നൽകുമാറാകട്ടെ. വേദന കൊണ്ട് പറയാ, വേദന കൊണ്ട് പറയാ, സത്യം അറിയാനിട്ടല്ല, പക്ഷേ എന്റെ അഹങ്കാരം അതിന് അനുവദിക്കുന്നില്ല എന്ന് പറയാ. ഞങ്ങൾ അങ്ങനൊക്കെ പഠിച്ച് നമ്മളെ ജീവിക്കണ്ടേ, നമ്മളെ കീശ വീർപ്പിക്കുവാനും ഞങ്ങളെ ജീവിക്കുവാനും വേണ്ടി പലതും ഇല്ലാത്ത കാര്യങ്ങൾ, ദീനിലില്ലാത്ത കാര്യങ്ങൾ, പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അല്ലാഹു പറയാത്ത, അല്ലാഹുവിന്റെ റസൂൽ പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതല്ല ഞങ്ങൾ പറയുന്നതാണ് മതമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുകയല്ലേ ഉസ്താദുമാർ ചെയ്യുന്നത്. ഇതിനൊക്കെ നമ്മൾ അന്ത്യം വരുത്തണ്ടേ? എപ്പോഴാ എവിടത്തേക്ക് നമ്മളെ മരണം? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 കുട്ടികളാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ആരുണ്ട് പോയി, ആരും കൂടെ പോയി, അവസാനം കുറച്ച് കരച്ചിലല്ലേ? എത്ര ദിവസം കഴിയും? 3 ദിവസം, ഏറി വന്നാൽ 3 ദിവസം. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞവനാ. എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് ചോദിക്കുക. ഞാൻ യഥാർത്ഥത്തിൽ മുസ്ലിമാണോ? ഞാൻ മുസ്ലിം എന്ന് പറയാൻ്റെ ക്വാളിഫിക്കേഷൻ എൻ്റെ അടുത്ത് എന്തുണ്ട്? ഞാൻ എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് ചോദിക്കണം. അല്ലാതെ കണ്ട് ഞാൻ ഒരു ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാ വദ്ദറാ وزلزلوا حتى يقول الرسول متى نصر الله ألا إن نصر الله قريب. സ്വർഗ്ഗം അങ്ങ് വെറുതെ കിട്ടാനുള്ളത്. പ്രവേശിക്കാമെന്ന് കരുതിയോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, പൂർവികളുടെ ചരിത്രം കേട്ട് കൊള്ളാമല്ലേ, കുറെ ലൈക്കടിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരം? ആ പൂർവികൾ സഹിച്ച കഥകളും കഥനകഥകളും യാതന കഥകളും വേദനകളും മാത്രം കുറെ അങ്ങ് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അങ്ങ് മുസ്ലിം ആകാമെന്നാണ് വിചാരിച്ചത്. മസ്സതുഹുൽ ബഅസാ വദ്ദറാ, അവർ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ദീനിന് വേണ്ടി ജീവൻ പോലും കൊടുത്തവരുണ്ട്. സ്വന്തം മകന്റെ മുമ്പിൽ വെച്ച് ഉമ്മയെ ബലാത്കാരമായി പീഡിപ്പിച്ചവരുണ്ട്. ഗുഹ്യഭാഗത്ത് ഇരുമ്പ് കയറ്റിക്കൊണ്ട് കൊന്നവരുണ്ട്. അമ്മാറിന്റെ കഥകൾ കേട്ടിട്ടില്ലേ? യാസിറിന്റെ കഥകൾ കേട്ടിട്ടില്ലേ? ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥകൾ കേട്ടിട്ടില്ലേ? ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥകൾ കേട്ടിട്ടില്ലേ? സുഹൈബ് റൂമിയുടെ കഥകൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ വായോട് കുറെ കഥ പറയാനുള്ളതാ. മസ്സതുഹുൽ ബഅസാ വദ്ദറാ വസുൽസിലൂ, ആകെ ഭൂമി തന്നെ കുലുങ്ങിയ അത്രക്കധികം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്ന. എന്താ ഉസ്താദ് അങ്ങനെ മുഅല്ലിം, ഞങ്ങൾ ഇസ്ലാമായവരല്ലേ, മുസ്ലിമീങ്ങളല്ലേ, ഞങ്ങൾക്ക് വിഷമം വരോ എന്ന് ചോദിക്കുന്നവരില്ലേ? വിഷമമുള്ളവർക്കാണ് സ്വർഗമെന്ന് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല, അശദ്ദുന്നാസി ബലാൻ യൗമൽ ഖിയാമ അൽ അംബിയാ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും എല്ലാം ഉണ്ടായിട്ടുള്ളത് അമ്പ്യാക്കന്മാർക്കാണ്. പ്രയാസം അനുഭവിച്ചവരാണ്. പിന്നെ അതിനുശേഷം ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ, അള്ളാഹു സ്നേഹിച്ചതിൻ്റെ, അള്ളാഹു തെരഞ്ഞെടുത്തിൻ്റെ അടയാളമാണ് പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും അറിയുകയും ഉൾക്കൊള്ളുകയും തഖ്വ അനുസരിച്ച് ജീവിക്കണം. എന്താ തഖ്വ? സഹാബത്ത് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാവശ്യം നമസ്കാരത്തിന്റെ ശേഷം മിമ്പറിന്റെ മുകളിൽ കയറി വഅദനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഅദ് പറഞ്ഞു, ഒരു ഉപദേശം നൽകി. ഞങ്ങളെ കണ്ണു നിറഞ്ഞുപോയി. വളരെ ഗൗരവത്തോടെ നിബിതങ്ങളുടെ മുഖമെല്ലാം ചോന്നിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വല്ലാത്തൊരു പ്രസംഗം ഞങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലെ നിബിതങ്ങളെ കണ്ടിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചു പോയി അത് അവസാന വിടവാങ്ങൽ പ്രസംഗമാണോ ഉപദേശമാണോ എന്ന് ഞങ്ങൾ പേടിച്ചുപോയി. യാ റസൂലല്ലാഹ് ഔസിനാ, ഉപദേശിച്ചാലും
അങ്ങ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോവുകയാണ്. ഇത്ര ഗൗരവത്തോടെ ഇത്ര വിഷമകരമായി ഞങ്ങളോട് ഇതുപോലെ പ്രസംഗിക്കുന്നത് ആദ്യമായി കാണാണ് റസൂലേ. ഔസിനാ നിങ്ങൾ ഈ തഖ്വയെ മുറുകെ പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. എന്താണ് തഖ്വ? എന്താണ് തഖ്വ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. തഖ്വ ലാ യുതഅ ഫലാ യുസാ, അൻ യുസ്കറ ഫലാ യുൻസാ, അൻ യശ്കുറ ഫലാ യക്ഫുർ. അല്ലാഹുവിനെ അനുസരിക്കുക, ഉൾപ്പെടുക, കീഴ്പ്പെടുക. അല്ലാഹ് എന്ത് പറഞ്ഞു അത് പരിപൂർണമായ ജീവിതത്തിൽ പകർത്തുക. എന്റെ വ്യക്തി ജീവിതത്തിൽ വേണം, എന്റെ വിശ്വാസത്തിൽ വേണം, എന്റെ ഇബാദത്തിൽ വേണം, എന്റെ ഇടപാടുകളിൽ വേണം. നിസ്കരിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി, കച്ചവടത്തിൽ തോപ്പിക്കാൻ വഞ്ചിക്കാന്നൊക്കെ വിചാരിക്കുന്ന ചില ആൾക്കാർ. ഇടപാടുകൾ, ഇതൊക്കെ മുആമലാത്ത്, മുആശറാത്ത്, ബന്ധങ്ങൾ, അഖ്ലാഖിയാത്ത്, സ്വഭാവ ഗുണങ്ങൾ. ഇതിനൊക്കെ പരിപൂർണമായി അല്ലാഹു എങ്ങനെ പറഞ്ഞു, എന്റെ റസൂൽ എങ്ങനെ കാണിച്ചോ അതുപോലെ ജീവിക്കാൻ ഞാൻ തയ്യാറാകുന്നതാണ് തഖ്വ എന്ന് പറയുന്നത്. ഫലാ യുസാ, അങ്ങനെ തഖ്വയനുസരിച്ച് ജീവിക്കുന്നവൻ എതിർ പ്രവർത്തിക്കുകയില്ല, അല്ലാഹുവിന്റെ ധിക്കാരം പ്രവർത്തിക്കില്ല. ഫലാ യുസാ, ഏത് സന്ദർഭത്തിലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവനാണ്, അല്ലാഹുവിനെ മറക്കൂല. ഫലാ യക്ഫർ, അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവനാണ് അവൻ. അല്ലാഹുവിന് നിഷേധം കാണിക്കൂല, നന്ദികേട് കാണിക്കൂല. ഇതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തഖ്വയുടെ ഡെഫിനിഷൻ പറഞ്ഞത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഒരു പ്രാവശ്യം യമനിലേക്ക് അയക്കുകയാണ്, യാത്ര അയക്കുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹാബിയാണ്. യാ മുആദ്, മുആദ് ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതായ സഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. ഒരു പ്രാവശ്യം മദീന പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് കൈപിടിച്ചുകൊണ്ട്, തോളത്ത് കൈപിടിച്ചുകൊണ്ട് നടക്ക റസൂൽ. എന്നിട്ട് കുതിരപ്പുറത്തിരുത്തി, ഒട്ടകപ്പുറത്തിരുത്തി. എന്നിട്ട് നബി തങ്ങൾ ആ വള്ളിയും പിടിച്ചിങ്ങനെ നടക്ക. റസൂലെ, ഞാൻ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും അങ്ങ് നടക്കുക എൻ്റെ കൂടെ. റസൂലൊന്നും മറുപടി പറഞ്ഞില്ല. എന്തോ ഒരു പറയാനുണ്ട് നബി തങ്ങൾക്ക് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട്. പക്ഷേ അത് എങ്ങനെ പറയണം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിയാണ്, യാത്ര പറയണം. അത് പറയാനുള്ള ഒരു അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് കൂട്ടിങ്ങനെ ദൂരെ ഇങ്ങനെ നടന്നു, മദീനയുടെ അതിർത്തിയിലേക്ക് ഇങ്ങനെ എത്തി, അവസാനം വരെ എത്തി. ചോദിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് യാത്ര ചോദിക്കുകയാണ്, ഞാൻ പോകട്ടെ മുആദ്, ഞാൻ പോകട്ടെ, നീ യമനിലേക്ക് യാത്ര പോവുകയാണ്, ഞാൻ മദീനത്തേക്ക് പോവുകയാണ്. ഒരു കാര്യം നിന്നോട് ഞാൻ പറയട്ടെ മുആദ്, ലഅല്ലീ ലാ അൽഖാകും ബഅദ അമീ ഹാദാ. മുആദ്, അടുത്ത വർഷം താങ്കൾ യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ എന്നെ കണ്ടുകൊണ്ടെന്നില്ല. ലഅല്ലീ തമുറു അലാ ഖബരി ഔ മസ്ജിദി ഹാദാ, ഒന്നുകിൽ എൻ്റെ ഈ കബറിന്റെ അടുത്ത്, ഈ പള്ളിയുടെ അടുത്തായിരിക്കും നടന്നു വരിക. മുആദിന് സഹിച്ചില്ല, പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടുപിരിയുന്ന വേദനയാണ്. ആദിൽ കൽബോൾ നെഞ്ചിലേറ്റേറ്റണം നമ്മൾ ഇസ്ലാമിനെ, ദീനിനെ, ഖുർആനിനെ. ഇങ്ങനെ നെഞ്ചിലേറ്റ സഹാബിയ. ഔസിനി യാ റസൂലല്ലാഹ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയും, യാ റസൂലല്ലാഹ്, എന്തെങ്കിലും പറഞ്ഞു തന്നാലും എനിക്ക് കാണില്ല നബിയെ, എനിക്ക് കാണില്ല നബിയെ. അവസാനത്തെ കാഴ്ചയാണോ? ഇനി ഇവിടെ വെച്ച് കാണുന്ന പരിഭ്രാന്തി ഉണ്ടായി. എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒറ്റയ്ക്ക് റൂമിലിരിക്കുമ്പോഴും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും, ഒറ്റയ്ക്ക് താമസിക്കുന്നവനാണെങ്കിലും അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം വേണ്ട. മുആദ് റളിയല്ലാഹു തആല അൻഹു പറയാം, ഇങ്ങനെ സ്നേഹിച്ച നബി, ഇങ്ങനെ സ്നേഹിച്ച് നെഞ്ചിലേറ്റിയ ഖുർആൻ നെഞ്ചിലേറ്റി. നമുക്ക് ഈ ഖുർആനും വേണ്ട, നബിയും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ ജീവിച്ചു പോകാം, 5 വക്ത് നിസ്കരിച്ചാൽ മതി എന്ന് വെച്ച് നമ്മൾ നടക്കുക. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും തഖ്വ മുറുകെ പിടിക്കുക, അല്ലാഹുവിനെ സൂക്ഷിച്ചുള്ള ജീവിതം. നമ്മളെ രക്ഷക്കാരും വരില്ല, ഒരാളും
എത്ര ആൾക്കാർ നമ്മൾ വേണ്ടപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, ഭർത്താക്കന്മാർ, ഭാര്യമാർ നമ്മളെ കൺമുമ്പിൽ വെച്ച് കൂച്ചു പോയോ കബറ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആരും കൂടെ പോയില്ല. ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞില്ല ആരും. എൻ്റെ ഉപ്പാന്റെ കൂടെ ഞാൻ പോകട്ടെ, എൻ്റെ ഉപ്പാനെ സ്നേഹിക്കുന്നവനാണ്, എൻ്റെ ഉപ്പാനെ വിട്ടുപിരിയാൻ വേണ്ടി കഴിയില്ല, ഞാൻ ഉപ്പ മരിച്ചില്ല, ഉപ്പന്റെ കൂടെ പോകുമെന്ന് ഒരു മോനും പറഞ്ഞിട്ടില്ല, ഒരു ഉമ്മയും പറഞ്ഞിട്ടില്ല, ഒരു ഭാര്യയും പറഞ്ഞിട്ടില്ല. ഒറ്റക്കല്ലേ കബറിലേക്ക് പോകേണ്ടത്? ഒറ്റക്കല്ലേ കിടക്കേണ്ടത്? അവിടെ ആരുണ്ടാവുകയോ മക്കൾ തിരിഞ്ഞു നോക്കൂല, ഭാര്യ തിരിഞ്ഞു നോക്കൂല, ഉമ്മ നോക്കൂല, ഉപ്പ നോക്കൂല. മതിയായി എന്ന് പറയും, പേര് പോലും വിളിക്കില്ല. ശവമെന്ന് മയ്യത്തെന്ന് വിളിക്കാൻ തുടങ്ങില്ലേ. എല്ലാവർക്കും അവരവർ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആ ഒരു ദിവസത്തേക്ക് നമ്മൾ ദീൻ പ്രാമാണികമായി പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഞാൻ എന്ത് ചെയ്യുമ്പോൾ, നമസ്കരിക്കുമ്പോൾ എൻ്റെ ഹബീബ് പറഞ്ഞതുപോലെയാണോ? ഞാൻ നോമനുഷ്ഠിക്കുമ്പോൾ, ഏത് കാര്യം എടുക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂലും കൽപ്പിച്ചതിന് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. അതിലാണ് വിജയമുള്ളൂ. അവർക്ക് മാത്രമേ ഇന്നൽ മുത്തഖീന മഫാസ, തഖ്വയിൽ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ എന്ന്, സ്വർഗമുള്ളൂ എന്ന് അല്ലാഹു തആല. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും ഉത്തരവാദിത്തത്തെ മറക്കാതെ, ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ ജീവിതം, എൻ്റെ ഖബറിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ടവനാണ്, അവിടെ എൻ്റെ കൂടെ ആരും കൂട്ടിനുണ്ടാകില്ല എന്ന് ഓരോരുത്തരും ആ ചിന്തയോടെ, ബോധത്തോടു കൂടി ജീവിക്കുക. അതിനുവേണ്ടി എത്തിരിക്കുക. നമ്മുടെ പള്ളി ഇവിടെ ജുമാ നടക്കാറുണ്ട്, പല പള്ളികളും ജുമാ നടക്കാറുണ്ട്. എന്താ പറഞ്ഞതെന്ന് പോലും ആര് കേൾക്കാൻ? എന്താ ഉസ്താദ് എന്ന് പറഞ്ഞ കുറേ നല്ല ഈണത്തിൽ പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എൻ്റെ ആഖിറം വിജയം, എൻ്റെ സ്വർഗത്തിൻ്റെ കാര്യം, ഞാൻ നന്നാകാൻ, എന്നെക്കുറിച്ച്, എൻ്റെ ബിസിനസ്, ഇതിനെക്കുറിച്ച് പറയുന്ന മനസ്സിലാക്കി പള്ളികൾ പരിസരത്തുണ്ടായിട്ട് പോലും കേൾക്കാനും അതിലേക്ക് വരാതെ മാറി നിൽക്കാനും നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഇതിനൊക്കെ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ മറക്കരുത്. അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. നിനക്ക് അവസരമുണ്ടായില്ലേ എന്നുള്ള ചോദിക്കും. ഇതിന് മറുപടി പറയാൻ പഠിക്കാനും കേൾക്കാനും പറയാനുമുള്ള മനസ്സുണ്ടായിട്ട് പോലും, അവസരങ്ങളും സ്ഥാപനങ്ങളും പള്ളികളുണ്ടായിട്ട് പോലും അതിലേക്ക് കടന്നു വരാതെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ജീവിതം അള്ളാഹു കണ്ണു കാണാത്ത അവസ്ഥയിൽ ഇന്ന് അള്ളാഹുവിനെ ഒരുമിച്ച് കൂട്ടും, കഠിനമായ ശിക്ഷയ്ക്ക് വിധേയനാകുമെന്ന് പ്രത്യേകം ഞാൻ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രവർത്തനം അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. എല്ലാവരും ഒരു മുസ്ലിം, യഥാർത്ഥ മുസ്ലിം എന്ന് വെറും നാവ് കൊണ്ടല്ല, ജീവിതത്തിലും, എൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പരിപൂർണമായ ഒരു മുസ്ലിമായി ജീവിക്കാൻ ഞാൻ ഓരോരുത്തരും തയ്യാറാകണം. അള്ളാഹു സുബ്ഹാന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധമായ മുസീബത്തും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മാരകമായ രോഗം കൊണ്ട് വലയുന്നവരുണ്ട്, കുടുംബത്തിലുണ്ട്, വീട്ടിലുണ്ട്, ബന്ധുക്കളുണ്ട്, ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായ സിഹത്തും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണ സന്ദർഭത്തിൽ ഈമാനോടുകൂടി മരണപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഇശാ നമസ്കാരം ഇൻഷാ അല്ലാഹ് ഈ പരിപാടിക്ക് ശേഷം ജമാഅത്തായി ഈ പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നതിലേക്ക് മുനീർ ഷറഫിനെ ക്ഷണിച്ചോളും. كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة ما لي ملاذ ولا ذخر نلوذ به ولا عماد ولا حرز سوى الله أرجوه سبحانه ولا يخيب لي ظنا فحسبي ما أرجو من الله. ഏറെ സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ നല്ലവരായ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, പ്രിയങ്കരായ നാട്ടുകാരെ, സർവലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിത പ്രയാണത്തിനിടയിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അനുഗ്രഹീതമായ ഒരു സദസ്സിൽ ഒരുമിച്ചിരിക്കാൻ അല്ലാഹു നമുക്ക് മഹത്തായൊരവസരത്തെ അനുകൂലമാക്കി നൽകിയിരിക്കുകയാണ്. ഈ ഒരവസ്ഥയെ നമുക്ക് വേണ്ടി പ്രദാനം ചെയ്ത അല്ലാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ പരിശ്രമത്തെയും സദുദ്യമത്തെയും ഇവിടെ ചെലവഴിക്കുന്ന അല്പസമയത്തെയും നാളെ പരലോകത്ത് സ്വീകരിക്കുന്ന മാലികളിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രോഗ്രാം കുറേ കാലങ്ങളായി നമ്മളിവിടെ ആഗ്രഹിച്ച ഒരു പ്രോഗ്രാമാണ്. ചെറിയൊരു ഇടപെടലുകളിലൂടെ, പരിശ്രമത്തിലൂടെ റഹ്മാനായ റബ്ബിലേക്കുള്ള വാതിൽ തുറന്നു തന്നു. അൽഹംദുലില്ലാഹ്. ഇതിനുവേണ്ടി ചെറുതും വലുതുമായ പരിശ്രമങ്ങൾ നടത്തിയവരുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ പ്രോഗ്രാമിന് വേണ്ടി തിരക്കുകൾ മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന നമുക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായി അവശതകൾ അനുഭവിക്കുന്ന രോഗികളുണ്ട്. അല്ലാഹു ശിഫാഉൻ ആജില പ്രദാനം ചെയ്യുമാറാവട്ടെ. സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ട, സമാധാനം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അല്ലാത്തവരുണ്ട്. അല്ലാഹു പ്രതിസന്ധികൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കുമാറാവട്ടെ. വളരെ സാരസമ്പൂർണമായ, ഹൃദ്യമായ ഒരു സംസാരം ബഹുമാനനായ നജ്മി ഉസ്താദ് നിർവഹിക്കുകയുണ്ടായി. അതിൻ്റെ ഓരം പറ്റി ആ സംസാരത്തിൻ്റെ ചില മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയം, കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു കാര്യങ്ങളെ കൃത്യമായി പറയുവാനും പറയുന്ന കാര്യങ്ങളെ കൃത്യമായി കേൾക്കുവാനും മഹത്തായ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ കൂടിയ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, വളരെ വലിയ പ്രശ്നസങ്കീർണമായ ജീവിതാവസ്ഥകളിലൂടെയാണ് പുതിയ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കടലാസും പേനയും കയ്യിൽ തന്നാൽ 100,000 പ്രശ്നങ്ങൾ
നമുക്ക് തന്നെ പറയാനുണ്ട്. ആ പ്രശ്നങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന നിലക്കാണ് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും പല ആളുകളിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സന്ദർഭത്തിൽ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരവസ്ഥ എന്നിലേക്ക് വരാൻ കാരണം? പ്രതിസന്ധികൾ എന്താണ് എന്നെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? എന്താണ് എന്നിൽ നിന്നത് മാറിപ്പോകാത്തത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, അസുഖങ്ങൾക്ക് പിന്നാലെ അസുഖങ്ങളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പിന്നാലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നിന് വഴിമാറി കൊടുക്കുക എന്നുള്ളതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ വിട്ടുമാറി പോകുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും പ്രശ്നത്തിൻ്റെ സൊല്യൂഷനായി, പ്രശ്നത്തിൻ്റെ പരിഹാര മാർഗമായി കുറുക്കു വഴികൾ അന്വേഷിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ജപങ്ങൾ നടത്തി, മന്ത്രവാദങ്ങൾ നടത്തി, അത്തരം കേന്ദ്രങ്ങളെ അന്വേഷിച്ചുകൊണ്ട് മനുഷ്യനിർമ്മിതമായ നൂലാമാലകളിലേക്ക് ചെന്നപ്പെട്ട് അസ്വസ്ഥതകളിൽ നിന്ന് അസ്വസ്ഥതകളിലേക്ക് വിരാജിക്കുന്ന ആളുകളാണ് മനുഷ്യരിലധികം. പ്രത്യേകിച്ചൊരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാത്ത, ഒരു സിറ്റിങ്ങിന് തന്നെ 40,000 50,000 ഒക്കെ മേടിക്കുന്ന ചില ചൂഷകന്മാർ, അവരുടെ വലയിൽ ചെന്നുപെടാറുള്ളത് ദുർബല വിശ്വാസികളാണ്. ആ ദുർബല വിശ്വാസികളിൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ടാവും. അതിനെ പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം വലകളിലേക്ക് ചൂഷകന്മാർ ആളുകളെ കൊണ്ടുപോകാറുള്ളത്. എന്നിട്ട് അത്തരം ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോടികളുടെ ലക്ഷങ്ങളുടെ വാഹനങ്ങളിൽ, വീടകങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുന്ന ആളുകൾ പിന്നീട് ചീഞ്ഞുനാറുന്ന കഥകൾ പുറത്തു വരുമ്പോൾ, പിടിക്കപ്പെടുമ്പോഴാണ് അറിയുന്നത് ഇവരൊക്കെ ഇത്രത്തോളം വലിയ കള്ളന്മാരായിരുന്നോ എന്നുള്ളത്. എന്നാൽ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്താകട്ടെ, എക്സെട്ര എന്തു കൂട്ടിക്കോ, ഈ പ്രയാസങ്ങളെയൊക്കെ യഥാർത്ഥ രൂപത്തിൽ എങ്ങനെ പരിഹരിക്കാമെന്ന് അന്വേഷിക്കേണ്ടവരല്ലേ നമ്മൾ ഓരോരുത്തരും? അതിന് ചെറിയൊരു ഇടപെടൽ മതി നമ്മുടെ ജീവിതത്തിൽ. ആ ഇടപെടൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സ്വന്തം ഉമ്മയുടെ ഗർഭാശയത്തിൻ്റെ അറകളിൽ നിന്ന് സങ്കീർണമായി യാത്ര തിരിച്ചൊരു ദിനമുണ്ട്. രേതസ്കണമായി, പിന്നീട് അതിൻ്റെ അടുത്ത സ്റ്റേജുകളായി 9 മാസവും ചില്ലറയുമായപ്പോൾ മന്ദമാരുതനും ചൂടും അതുപോലെ തന്നെ പർവ്വതങ്ങളും പച്ചപ്പും ഒക്കെയുള്ള ഒരു പുതിയ ലോകത്തേക്ക്, ഭൂമിയിലേക്ക് പിറന്നു വീണ നമ്മൾ, അല്ലാഹു അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ കഴിയാത്തൊരു കാലഘട്ടം ഈ സംസാരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഡ്രസ്സില്ലാത്ത, ഒരു പേര് പറയാൻ പോലുമില്ലാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വീണ സാഹചര്യത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും
ലാ തഅലമൂന ശൈആ. ഉമ്മയുടെ ഗർഭാശയ അറകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നപ്പോൾ ഒന്നും അറിയാത്തവരായിട്ടാണ് ഈ മഹാപ്രപഞ്ചത്തിലേക്ക് നമ്മൾക്ക് നമ്മുടെ മാതാവ് ജന്മം നൽകിയത്. ആ ജന്മം നൽകിയവനായ രക്ഷിതാവിനെ അറിയുന്നതിലൂടെ, ആ അറിയുന്നതിന് വേണ്ടി ചെറിയൊരു ഇടപെടലും ചെറിയൊരു പരിശ്രമം നടത്തുന്നതിലൂടെ ജീവിതത്തിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത് നിർഭയത്വം എന്ന് പറയുന്ന മഹാനുഗ്രഹമാണ്. സമാധാനം എന്ന് പറയുന്ന മഹാ അനുഗ്രഹമാണ്. ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ സിസ്റ്റംസുകളും മുമ്പിൽ അവസാനിച്ചാലും എൻ്റെ റബ്ബിൻ്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള മഹാപ്രതീക്ഷയാണ് അത്തരം ആളുകൾക്ക് കടന്നു വരാനിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഈ ദുനിയാവിൻ്റെ വ്യവസ്ഥ തന്നെ അള്ളാഹു നിർണയിച്ചിട്ടുള്ളത് പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരായിട്ട് തന്നെയാണ് ഈ ജീവിതത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടി വരിക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അത് ദുനിയാവിൻ്റെ സിസ്റ്റമാണ്. മുഴുസമയങ്ങളും സന്തോഷത്തോടെ ഇരിക്കുന്ന ആരുണ്ട്? പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഇറക്കങ്ങളും കയറ്റങ്ങളും ഇല്ലാത്ത ആരുണ്ട്? അതൊക്കെ ഓരോരുത്തർക്കും ഓരോ അളവും തോതും അനുസരിച്ച് കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. ഖുർആൻ പറഞ്ഞതെന്താ? അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. സൂറത്തുൽ അൻകബൂത്തിന്റെ ആദ്യത്തെ 2 വചനങ്ങളാണിത്. അലിഫ് ലാം മീം ഹറൂഫുൽ മുഖത്തഅ. എന്നിട്ട് അല്ലാഹു പറയാൻ, അഹസിബൻ നാസു അൻ യുത്റകൂ. ജനങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഈ വയലോടിയിലെ ഈ സംസാരം കേൾക്കുന്ന ഈ സംസാരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെട്ടു ആ ജനങ്ങളിൽ നമ്മൾ ആരെങ്കിലും വിചാരിച്ചു പോയോ? എന്ത് വിചാരിച്ചു പോയോ? ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ മാത്രം നിങ്ങളെ പരീക്ഷിക്കാതെ പ്രതിസന്ധികളുടെ തീച്ചൂളകളിലൂടെ കൊണ്ടുപോകാതെ സുഖദായകമായ ജീവിതത്തിലൂടെ കടന്നുപോയി മരണത്തെ കണ്ടുമുട്ടാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് റഹ്മാനായ റബ്ബിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് ഞാൻ അടിവരയിടുന്നു, ഈ പറയപ്പെട്ട പരീക്ഷണം എന്നിൽ ഉണ്ടാകുമെന്ന് എൻ്റെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പരീക്ഷണങ്ങൾ എത്ര കടുത്തതായാലും എൻ്റെ വിശ്വാസ വ്യതിയാനങ്ങളിലേക്ക് ഞാൻ കടന്നു പോകില്ല എന്ന് നമ്മൾ ഏത് സമയത്ത് തീരുമാനിക്കുന്നുവോ ആ സമയം മുതൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സൊല്യൂഷൻ നമ്മളിൽ ഇല്ലാതെ വരുമ്പോഴാണ്, ഈ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റു വഴികൾ സ്വീകരിക്കുമ്പോഴാണ് ചില ആളുകളെങ്കിലും മാനസിക രോഗികളും ജീവിതത്തോട് വെറുപ്പ് തോന്നിയവരും ജീവിത നൈരാശ്യങ്ങളിൽ അകപ്പെട്ടവരുമൊക്കെ ആയിത്തീരുന്നത്. ഈ വിശാലമായ പ്രപഞ്ചം ഒരു ചെറിയ ലോകമായി തൻ്റെ മുന്നിൽ ചുരുങ്ങുന്നൊരവസ്ഥയുണ്ടാകുന്നത്. എയർ കണ്ടീഷൻ സജ്ജീകരിച്ച റൂമുകളുണ്ട് വീട്ടിൽ. തൻ്റെ തൊലികൾ അത് തണുക്കുന്നു എന്നല്ലാതെ മനസ്സിൻ്റെ അന്തരാളങ്ങൾ തിളച്ചു മറിയുകയാണ്. ഈ പ്രതിസന്ധികളിൽ നിന്നുള്ള പരിഹാരം എന്ന് പറയുന്നത് റബ്ബ് എന്നെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത് പരീക്ഷിക്കപ്പെടാനും പ്രതിസന്ധികളുടെ കനൽപദങ്ങളിലൂടെ കടന്നു പോകാനും അതിനോട് ഞാൻ എങ്ങനെയെന്ന് നോക്കുവാനുമാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമല്ല. സമാധാനമുള്ള ജീവിതം എവിടെയാണ്? യഥാർത്ഥത്തിലുള്ള സമാധാനമുള്ള ജീവിതം എവിടെയാണ്? നിങ്ങൾ ഖുർആനിന്റെ 10-ാം അധ്യായത്തിന്റെ 25 വായിച്ചു നോക്കൂ. അവിടെ നമുക്ക് കാണാം, വല്ലാഹു യദഊ ഇലാ ദാരിസ്സലാം. പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് നിങ്ങളെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാണെന്നറിയുമോ? സമാധാനത്തിന്റെ ഗേഹത്തിലേക്കാണ്, ശാന്തിയുടെ ഗേഹത്തിലേക്കാണ് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത്. വയഹദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാണ്? നേരായ ചൊവ്വായ വഴിയിലേക്കാണ് റബ്ബ് നിങ്ങളെ ക്ഷണിക്കുന്നതെന്നുള്ള പറയുമ്പോൾ ആ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലാഹു പറഞ്ഞല്ലോ, അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമ
മിൻ ഫളിഹി ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലൂബ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഫാത്തിറിന്റെ 35-ാമത്തെ വചനമാണിത്. അല്ലാഹുവിന്റെ ദയാ അനുഗ്രഹങ്ങൾ നിമിത്തം, അല്ലാഹുവിന്റെ കാരുണ്യം നിമിത്തം സ്ഥിരതാമസത്തിന്റെ ഭവനങ്ങളിലേക്കാണ് അല്ലാഹു പറഞ്ഞ വഴികളിലൂടെ ജീവിച്ച ആളുകളെ അല്ലാഹു നാളെ കൊണ്ടുപോകുന്നത്. ആ ലോകത്തിന്റെ പ്രത്യേകത ഫീഹാ ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലൂബ്. കഷ്ടപ്പാടുകളോ ഞെരുക്കങ്ങളോ ഇല്ലാത്ത ലോകമാണത് എന്നുള്ള പറയുന്നു. മാത്രമല്ല, തന്റെ മനസ്സിന്റെ ക്യാൻവാസിൽ ആഗ്രഹിക്കുന്നതെന്തോ അത് തന്റെ കണ്ണിന്റെ മുന്നിലേക്ക് അനുഭവിക്കാൻ കിട്ടുന്ന ലോകമാണത്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞില്ലയോ എന്ന്, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങളുടെ മനസ്സുകൾ ഇച്ഛിച്ചതെന്തോ അത് ലഭ്യമാകുന്ന ലോകമാണ്. നിങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിച്ചതെന്തോ അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന ലോകമാണത് എന്ന് പറയുന്ന ദാറുസ്സലാമിലേക്കാണ് നമ്മൾക്ക് കടന്നു പോകാനുള്ളത്. ആ ഒരു പ്രവേശനം നമ്മൾക്ക് വേണമെങ്കിൽ എന്തു വേണം? ഈ ദുനിയാവിൽ തനിക്ക് റബ്ബ് നൽകുന്ന എന്ത് പരീക്ഷണങ്ങളുണ്ടോ ആ പരീക്ഷണങ്ങളോട് റബ്ബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാകണ്ടയോ? അത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയാനാണ്, ഈ ദുനിയാവിലെ ജീവിതത്തിൽ അത് എങ്ങനെയാണെന്നറിയാനാണ് ഇത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് നമ്മളൊക്കെ സമയമുണ്ടാക്കി കടന്നു വരുന്നത്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞല്ലോ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. നിങ്ങളുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നതെന്തോ അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണിന്റെ കുളിർമയേകുന്നതെന്തോ അതിങ്ങനെയുള്ള എന്തെല്ലാമാണ് നിങ്ങൾ ഒരുക്കി വെച്ചത് എന്ന് ഒരു ആത്മാവിനും തന്നെ അറിയുകയില്ല എന്നും അല്ലാഹു പറഞ്ഞു നമ്മളോട്. ഖുർആനിലെ നമ്മൾക്കൊക്കെ അറിയുന്ന ഒരു അധ്യായത്തിലെ വചനങ്ങളാണ്. ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചതല്ല പറഞ്ഞത് എന്താണ്? നാളെ പരലോകത്ത് ചില മുഖങ്ങളത് ആനന്ദത്തിന്റെ കാരണത്താൽ മിനുസമുള്ളതായി ഗ്ലൈസിംഗ് ചെയ്യുന്ന ചില മുഖങ്ങളായി കാണാം. എന്തുകൊണ്ടാണ് ആ അനുഗ്രഹത്തിന്റെ ജീവിതം അവർക്ക് കിട്ടാൻ കാരണമെന്നറിയുമോ? ദുനിയാവിൽ അത്രമാത്രം അധ്വാനിച്ചവരാണവർ, ദുനിയാവിൽ അത്രമാത്രം സ്ട്രഗിൾ എടുത്തവരാണവർ. അല്ലാഹു പറഞ്ഞല്ലോ, അവരുടെ പ്രയത്നത്തെ സ്വന്തം തൃപ്തിയോടുകൂടി അവർക്ക് നാളെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നത്? ഫീ ജന്നത്തിൻ ആലിയ. സുബ്ഹാനല്ലാഹ്, ഉന്നതമായ സ്വർഗ്ഗമാണ് അവർ കാത്തിരിക്കുന്നത്. പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ ഇല്ലാത്ത, ഖുർആൻ പറഞ്ഞതുപോലെ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സമാധാനം എന്നുള്ള വാക്കല്ലാതെ സ്വർഗത്തിൽ കേൾക്കുക സാധ്യമല്ല. ആ സ്വർഗമാണ് ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗമാണത്. ആ സ്വർഗത്തെക്കുറിച്ച് വീണ്ടും അല്ലാഹു പറഞ്ഞല്ലോ, ലാ തസ്മഉ ഫീഹാ ലാഗിയ. എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ജുമാക്ക് ഓതുന്ന അധ്യായത്തിൽപ്പെട്ട വചനങ്ങളാണിത്. ലാ തസ്മഉ ഫീഹാ ലാഗിയ, നിരർത്ഥകമായ മനസ്സിന് അരോചകമുണ്ടാക്കുന്ന, കർണപുടങ്ങൾക്ക് അരോചകമുണ്ടാക്കുന്ന യാതൊന്നും തന്നെ ആ സ്വർഗത്തിൽ കേൾക്കുക സാധ്യമല്ല. ഫീഹാ ഐനുൻ ജാരിയ, ഈ കൺകുളിർമ നൽകുന്ന ലോകത്തിന്റെ കൂടെ തന്നെ അല്ലാഹു ഒരുക്കി വെച്ച മറ്റൊരു സമ്മാനമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉറവുജലങ്ങൾ അതിലുണ്ട്. സ്വച്ഛമായ ക്രിസ്റ്റൽ വാട്ടറുകളാണ്. തൊണ്ട ദാഹിക്കുമ്പോൾ, വയറ് ദാഹിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ പറ്റുന്ന സുന്ദരമായ പാനീയങ്ങളുണ്ടതിൽ. മാത്രമാണോ ഫീഹാ സുറുറും മർഫൂആ, ഉന്നതമായ ഉയർത്തിവെക്കപ്പെട്ട സോഫകളും കട്ടിലുകളുമാണ് അവരെ കാത്തിരിക്കുന്നത്.
തയ്യാറാക്കി വെക്കപ്പെട്ട നിറഞ്ഞ പാനീയങ്ങളുള്ള കോപ്പകളുണ്ടവർക്ക്. അണിയണിയായി നിരത്തി വെക്കപ്പെട്ട തലയിണകളുണ്ടവർക്ക്. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഹൃദ്യമാകുന്നുണ്ട്, എത്രത്തോളം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ സ്വർഗത്തിന്റെ അനുഭൂതികളുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഇന്നവരെ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത അനുഭവങ്ങളാണ് നാളെ അല്ലാഹ് അവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. വിരിച്ചു വെക്കപ്പെട്ട നല്ല നല്ല സോഫ്റ്റായ പരവതാനികൾ അവരെ കാത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ആർക്ക് വേണ്ടിയാണ് ഇത് ഒരുക്കി വെച്ചത് എന്നും അതേ കലാമിലൂടെ അല്ലാഹ് പറഞ്ഞു. ആർക്ക് വേണ്ടിയാണിത്? ഈ വയലോടിയിലുള്ള നമ്മൾ ഓരോരുത്തരും അതിലൊന്ന് പെടാൻ ചെറിയൊരു ഇടപെടൽ നടത്തിയാൽ മതി. നമ്മളെ കാത്തിരിക്കുന്നത് ആ ലോകമാണ്. അല്ലാഹു പറഞ്ഞത് എന്താണ്? മന്നമില സ്വാലിഹം മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ. എല്ലാ മുഅ്മിനീങ്ങളും അടിവരയിട്ടോ ആ വാക്ക്. ആണാകട്ടെ പെണ്ണാകട്ടെ ആരാകട്ടെ, വിശ്വാസം എന്ന് പറയുന്ന തൗഹീദിന്റെ മുകളിൽ ആരാണോ അമൽ സ്വാലിഹാത്തുകൾ പടുത്തുയർത്തുന്നത്, അവർക്ക് നാം നൽകുന്ന ജീവിതം എങ്ങനെയുള്ള ജീവിതമാണെന്നോ, ബെറ്റർ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയാറില്ലയോ? ഫലനുഹിയന്നഹു ഹയാതാ ത്വയ്യിബാ, ഏറ്റവും ത്വയ്യിബായ വിശിഷ്ടമായ ജീവിതമാണ് അവരെ കാത്തിരിക്കുന്നത്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിന്റെ കാരണത്താൽ തന്നെ അവർക്ക് സുന്ദരമായ പ്രതിഫലമാണ് നാളെ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അതിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തഖ്വയുള്ള ജീവിതമാണ്. തഖ്വയുള്ള ജീവിതമാണ്. നേരത്തെ ബഹുമാനനായ നജ്മി പറഞ്ഞില്ലേ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ആ തഖ്വ എന്നുള്ള വാക്ക് ഒരു സംസാരത്തിൽ ആരും ഒതുക്കണ്ട. ആ തഖ്വയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ നോട്ടത്തിൽ അത് വേണം, വസ്ത്രധാരണത്തിൽ അത് വേണം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ പറഞ്ഞ ക്വാളിറ്റികൾ എന്തൊക്കെയുണ്ടോ ആ സ്വർഗം യഥാവിധി മനസ്സിലങ്ങ് കൊത്തിവെച്ചു കഴിഞ്ഞാൽ ആ ചിഹ്നങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ മറ്റുള്ളവരുടെ പരിഹാസ്യങ്ങൾ അവന്റെ നെഞ്ചകത്തേക്ക് കയറില്ല. ആര് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചാലും സഹോദരങ്ങളെ, അതൊന്നും ശാരീരികമായി പ്രതിസന്ധികളാകില്ല. അല്ലാഹുവിന്റെ റസൂലത മക്ക പ്രബോധനത്തിന്റെ ആദ്യത്തെ 3 കൊല്ലം എന്ന് പറയുന്നത് രഹസ്യ പ്രബോധനമാണല്ലേ? ആ രഹസ്യ പ്രബോധനത്തിന്റെ കാലയളവിലല്ലേ 30ഓളം സ്വഹാബികളെ അവിടുന്ന് വാർത്തെടുത്തത്? നാടെതിരാണ്, സമൂഹമെതിരാണ്, തന്റെ സാഹചര്യങ്ങൾ സിറ്റുവേഷനൊക്കെ ഏറെ എതിരാണ്. പക്ഷേ അതിനെയൊക്കെ വകവെച്ചുകൊണ്ട് രഹസ്യമായ പ്രബോധനത്തിന് വേണ്ടി അർക്കം എന്ന് പറയുന്ന ധീരനായ സഹാബിക്കുട്ടി തന്റെ വീട് വിട്ടുകൊടുക്കുകയാണ്. ആ വീട്ടിലാണ് ഒരിക്കൽ മക്കയുടെ സൗന്ദര്യം എന്നറിയപ്പെടുന്ന, മക്കയുടെ സുഗന്ധം എന്നറിയപ്പെടുന്ന മിസ്അബ് ഇബ്നു ഉമൈർ എത്തിപ്പെടുന്നത്. ആരാണ് മിസ്അബ് എന്നറിയാമല്ലോ? മക്കയിലെ ഏറ്റവും സുന്ദരന്മാരിൽ ഒരാളാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വാഹനം, ആ വാഹനത്തിന്റെ വിലമതിക്കുന്ന അത്ര തന്നെയുള്ള വാഹനം ഉപയോഗിച്ചിരുന്ന സഹാബിയാണ്. വെളുത്ത കുതിരപ്പുറത്തല്ലാതെ മിസ്അബ് സഞ്ചരിക്കില്ല. ഒരിക്കലതാ മിസ്അബ് നല്ല വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, സുഗന്ധം പെർഫ്യൂം ഉപയോഗിച്ചുകൊണ്ട് ആ മിസ്അബ് മക്കയുടെ മണലാരണ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത്. മക്കയിൽ ചില പുതിയ വാദങ്ങളുമായി മക്കക്കാരനായ ഖുറൈശി കുടുംബത്തിലെ മുഹമ്മദ് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നതെന്നറിയാൻ വേണ്ടി അർക്കമിന്റെ വീട്ടിലേക്ക് കുതിരയെ പായിപ്പിച്ച് ചെല്ലുമ്പോ ദൂരെ നിന്നുകൊണ്ട് ചെവി കൂർപ്പിച്ച് കേൾക്കുകയാണ് എന്താണ് മുഹമ്മദ് പറയുന്നത്. കേട്ടുകഴിഞ്ഞപ്പോ മഹാനായ മിസ്അബ് തൊന്നും മനസ്സിനോട് പറഞ്ഞുവത്രേ, എന്തൊരു സുന്ദരമായ ആശയങ്ങളാണ് ഈ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്ത റസൂലുള്ള പിരിച്ചു വിടുമ്പോ മഹാനായ മിസ്അബ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് തീരുമാനമെടുത്തുകൊണ്ടാണ്. എന്താണ് ആ തീരുമാനം? നാളെ എനിക്ക് ഒന്നുകൂടാ സദസ്സിൽ തൊട്ടടുത്തുകൊണ്ട് ആ ക്ലാസ് ഒന്ന് കേൾക്കണമല്ലോ. അങ്ങനെ മിസ്അബ് രണ്ടാമത്തെ ദിവസം ക്ലാസ് കേൾക്കുന്നത് ദൂരെ നിന്നുകൊണ്ടല്ല, മഹാനായ അർക്കമിന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ടാണ്. ഉള്ളിലേക്ക് കയറിയില്ല. രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് മഹാനായ മിസ്അബിന്റെ ഒന്നാമത്തെ ദിവസത്തേക്കാൾ ഹൃദ്യമായി തോന്നി. മിസ്അബ് തിരിഞ്ഞു പോകുന്നത് നാളെ ഞാൻ ആ സദസ്സിന്റെ ഉള്ളിലേക്ക് കയറുമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. മിസ്അബ് മൂന്നാമത്തെ ദിവസം സദസ്സിന്റെ അവസാനത്തിൽ വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ അടുത്ത ദിവസം മിസ്അബ് ക്ലാസിന്റെ സെന്ററിൽ എത്തുകയാണ്. അഞ്ചാമത്തെ ദിവസമാണ് റസൂലുള്ള മിസ്അബിനെ കാണുന്നത്. മിസ്അബിനെ കണ്ടപാട് മിസ്അബിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂലുള്ള ചോദിച്ചു അത്രേ, ആരാണിത്? മിസ്അബ് ബിൻ ഉമൈറോ. എന്തിനാണ് ഞാനിത് പറയുന്നത് എന്ന് ഞാൻ ഇതിന്റെ അവസാനത്തിൽ കൂട്ടിച്ചേർക്കാം. ആരാണിത്? മിസ്അബ് ബിൻ ഉമൈറോ. മിസ്അബ് തങ്ങളാണിത് പറഞ്ഞു തരുന്നത്. ഹബീബായ റസൂലുള്ളാഹിയുടെ ശരീരം, അവിടുത്തെ കൈകൾ എൻ്റെ ശരീരത്തിലേക്ക് ആദ്യം ചേർന്ന സമയം എന്റെ നെഞ്ചിൻ കൂടിലേക്ക് 2 കൊട്ട് കൊട്ടിയിട്ട് അവിടുന്ന് പറഞ്ഞു, മിസ്അബേ, താങ്കൾക്ക് സുഖമല്ലേ എന്നുള്ള വിവരാന്വേഷണം നടത്തിയപ്പോ ആ നെഞ്ചത്ത് 2 കൊട്ട് കൊട്ടിയതിലൂടെ ഞാനതാ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മിസ്അബ് പിന്നെ തീരുമാനിക്കുന്നത് ഇന്നു മുതൽ ഞാൻ റസൂലുള്ളാഹിയുടെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്നാണ്. നാട് പ്രശ്നമാക്കിയില്ല, സിറ്റുവേഷൻ ഒരു പ്രശ്നമല്ല. ഇസ്ലാമിന്റെ വെളിച്ചം നെഞ്ചകത്തേക്ക് കയറിയപ്പോ മഹാനായ മിസ്അബ് കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയാണ്. എന്നാലും താൻ മുസ്ലിമായ വിവരം നാട്ടിൽ അറിയിച്ചില്ല. കാണാതെ, നാടറിയാതെ, സമൂഹമറിയാതെ റസൂലുള്ളാഹിയുടെ ദർസിലെ സ്ഥിരം വിദ്യാർത്ഥിയായി മാറുകയാണ്. മിസ്അബ് ഒരിക്കലതാ റസൂലുള്ളാഹിയുടെ കൂടെ അർക്കമിന്റെ വീട്ടിൽ ക്ലാസ് കേട്ട് കഴിഞ്ഞ് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മിസ്അബിനെ കാണുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ല, മിസ്അബിന്റെ വീട്ടിലെ കാര്യസ്ഥനായ ഉസ്മാൻ അതാ മിസ്അബിനെ കാണുകയാണ്. നേരെ ആ ന്യൂസുമായി മിസ്അബിന്റെ ഉമ്മയോട് ചെന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ മകൻ മിസ്അബ് പിഴച്ചുവല്ലോ, മിസ്അബ് അതാ പുത്തൻ മതത്തിലേക്ക് ചേക്കേറി എന്നാണ് തോന്നുന്നത്. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ഏയ്, എന്റെ മോൻ അങ്ങനെ പഴക്കൂല, അങ്ങനെ ശിക്ഷണം നൽകിയാണ് ഞാൻ അവളെ വളർത്തിയത്. മിസ്അബ് വന്നപ്പോ ചോദിക്കുകയാണ്, മോനെ മിസ്അബേ, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടത് സത്യമാണോ മോനെ? നിന്നെക്കുറിച്ച് ഞാൻ കേട്ടത് സത്യമാണോ മോനെ? മിസ്അബ് റളിയല്ലാഹു അൻഹു അതാ പറയുന്നു, ഉമ്മ, നിങ്ങൾ കേട്ടതെന്താണ്? ഉമ്മ പറഞ്ഞു, നീ പുത്തൻ വാദിയായ മുഹമ്മദിന്റെ മാർഗം സ്വീകരിച്ചു എന്നാണല്ലോ ഞാൻ കേട്ടത്. മിസ്അബ് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ അതാണ് കേട്ടതെങ്കിൽ അത് ശരിയാണ്. ധീരനായി മിസ്അബ് പ്രഖ്യാപിക്കുകയാണ്, ഉമ്മ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അതേ, പാരമ്പര്യ മതത്തെ അതിൻ്റെ എല്ലാ പൾസും ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ച ഉമ്മയാണ്. ഒരിക്കലും മുഹമ്മദ് നബിയെ, ഹബീബായ പ്രവാചകനെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഉമ്മയാണ്. ഉമ്മ പറഞ്ഞു, മോനെ, നമുക്ക് പറ്റിയ മതമല്ലാതെ. മിസ്അബ് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ അതൊന്ന് പഠിക്കണം, നമ്മൾക്ക് 2 പേർക്കും ഏറ്റവും ഉചിതമായ ആദർശമാണത് ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ, നീ തമാശ കളിക്കല്ലേ, ഈ മതത്തിൽ നിന്ന് നീ പിന്മാറിയില്ല എങ്കിൽ. ഉമ്മ പിന്നീട് അടുത്ത അടവെടുക്കുകയാണ്. ഉമ്മയുടെ സമ്പത്തിൽ നിന്ന് നിനക്ക് ഒന്നും ഞാൻ നൽകില്ല മോനെ. മിസ്അബ് പറഞ്ഞു, ഉമ്മ, എനിക്കതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഇത് കേട്ടപ്പോഴാണ് മിസ്അബിനെ കറുത്ത ഇരുണ്ട തടവറയിലേക്ക് കൊണ്ടുപോയിടാൻ പറയുന്നത്. മിസ്അബ് റളിയല്ലാഹു അൻഹു ഇരുണ്ട ഇരുട്ടറയിൽ ജീവിക്കുമ്പോ മനസ്സിന്റെ അകം, പ്രിയപ്പെട്ടവരെ, ഹിദായത്തിന്റെ പ്രകാശങ്ങൾ കൊണ്ട് സ്ഫുരിക്കുകയാണ്. പക്ഷേ ആ പീഡനങ്ങളും തടവറകളും മിസ്അബിനെ തളർത്തിയില്ല. പുറത്ത് നിർത്തിയ 2 പാറാവുകാരോട് സംസാരിച്ചുകൊണ്ട് മിസ്അബ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ച മിസ്അബിന് സമ്പത്തല്ല വലുത്, മിസ്അബിന് വീട് വേണ്ട, കുടുംബത്തെക്കാൾ വലുത് അള്ളാഹുവിന്റെ ദീനാണെന്ന് തീരുമാനിച്ചിറങ്ങുമ്പോ
മഹാനായ റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, നബിയേ, ഇനി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല നബിയേ, അത്രത്തോളം സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, വിഷമിക്കേണ്ട മിസ്അബേ, താങ്കളുടെ കൂടെ ഞാൻ കുറച്ചു പേരെ വിട്ടുതരാം. താങ്കൾ മദീനയുടെ ത്വയ്ബയുടെ മണ്ണിലേക്ക് പോവുക. മിസ്അബ് റളിയല്ലാഹു അൻഹു വാഹനം എടുത്തുകൊണ്ട് മദീനയിലേക്ക് പോകുന്നു. റസൂലുള്ളാഹി ഹിജറ പോകുന്നതിന് മുമ്പേ മദീന അണഞ്ഞ സഹാബിയാണ് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു. മിസ്അബ് മദീനയിലെത്തിയിട്ട് ചെയ്ത ദൗത്യം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും പഠിച്ചെടുത്ത അർക്കമിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ദീനുണ്ടല്ലോ, ആ ദീനത മദീനയുടെ വീടകങ്ങളിലേക്ക് പ്രവേശിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഔസ് ഹസറജ് എന്ന് പറയുന്ന വലിയ ഗോത്രങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ദീന് പറഞ്ഞു കൊടുക്കുകയാണ്. പീഡനങ്ങളുണ്ടായി, പരിഹാസങ്ങളുണ്ടായി. മിസ്അബിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആരോട് സംസാരിക്കുമ്പോഴും ആ ഉണ്ട മുഖത്ത് പുഞ്ചിരി തൂക്കിയിട്ടല്ലാതെ സംസാരിക്കാറില്ല. മഹാനായ മിസ്അബിന്റെ സംസാരം കേട്ടുകഴിഞ്ഞാൽ ആരും ഒന്ന് ഇരുന്നു പോകും. ലാ ശക്ക ഫീഹി. മിസ്അബിന്റെ പ്രബോധനം കൊണ്ട് മദീനയിലെ വലിയ ഗോത്രങ്ങൾ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വന്ന കാഴ്ച കാണുമ്പോ, മദീനയിലേക്ക് റസൂലുള്ളാഹി ഹിജറ വന്ന നാളുകളിൽ മണ്ണ് പാകപ്പെടുത്തിയ മഹാമനീഷികയാണ് മഹാനായ മിസ്അബ് ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു. ഉഹദിന്റെ രണഭൂമിയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഉഹദ് മദീന പള്ളിയിൽ നിന്ന് 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തുന്ന പള്ളിയാണ്. ആ ഉഹദിന്റെ പൊടിപാറുന്ന യുദ്ധത്തിൽ മിസ്അബിന്റെ ദൗത്യം എന്തായിരുന്നെന്നറിയുമോ? കൊടി പിടിക്കുന്ന ദൗത്യമായിരുന്നു, പതാക പിടിക്കുന്ന ദൗത്യമായിരുന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു പതാക പിടിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ആർജവം ആ ഫ്ലാഗ് പിടിച്ചു നടത്തുമ്പോ മഹാനായ മിസ്അബിന്റെ കയ്യതാ വെട്ടിത്താഴേക്കിടുകയാണ്. വെട്ട് കിട്ടിയിട്ട് പതാക ഒന്നടങ്കം ഭൂമിയിലേക്ക് വീഴുമ്പോ, എന്നെ റസൂലുള്ളാഹി ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഞാൻ ഒരടി പിറകോട്ടില്ല എന്ന് തീരുമാനിച്ച് മിസ്അബ് തന്റെ ഇടത് കൈയിലേക്ക് ആ പതാക കൈപിടിച്ചുകൊണ്ട് വേദനകളെല്ലാം കടിച്ചമർത്തി മഹാനായ മിസ്അബ് പതാക ഉയർത്തുമ്പോ, മിസ്അബിന്റെ ഇടത് കൈയും മുറിക്കപ്പെടുമ്പോ മിസ്അബ് റളിയല്ലാഹു അൻഹു ദൗത്യ നിർവഹണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തീരുമാനിക്കുമ്പോ എന്താ ചെയ്തതെന്നറിയുമോ? മഹാനായ മിസ്അബ് പതാകയിലേക്ക് കമിഴ്ന്നു വീണു. എന്നിട്ട് ആ മുറിഞ്ഞ കൈകൾ കൊണ്ടത് ചേർത്ത് പിടിച്ചുകൊണ്ട് റിസ്ക് എടുത്തുകൊണ്ട് എണീക്കുകയാണ്. 2 കൈയുമില്ലാത്ത മനുഷ്യൻ എണീക്കുന്ന ദൃശ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. മിസ്അബിന്റെ നെഞ്ചിലാ മുറിഞ്ഞ കൈകളുമായി അത് ചേർത്ത് പിടിച്ചപ്പോ, മിസ്അബിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞ് ശത്രുക്കൾ വെട്ടുമ്പോ നെഞ്ചകം പിളർന്നുകൊണ്ട് മഹാനായ മിസ്അബ് മരണപ്പെട്ടു വീഴുമ്പോ, മിസ്അബ് മരണപ്പെട്ട് രക്തമൊലിച്ചുകൊണ്ട് മഹാഹുദിന്റെ രണഭൂമിയിൽ കിടക്കുമ്പോ 70 പേർ ഷഹീദായവരിൽ 69+1 അതാണ് മിസ്അബ്. ആ മിസ്അബിന്റെ ശരീരം റസൂലുള്ളാഹി കണ്ടപ്പോ കരഞ്ഞുപോയി. എങ്ങനെയാണ് കരഞ്ഞതെന്നറിയുമോ? മിസ്അബിന്റെ ശരീരം ശത്രുക്കൾ എന്ത് ചെയ്തെന്നറിയാമോ? മണലിലേക്ക് ചവിട്ടി മുഖമങ്ങ് താഴ്ത്തി വച്ചിരുന്നു. പാവപ്പെട്ട മിസ്അബിന്റെ മുഖം പുഞ്ചിരി തൂകിയല്ലാതെ സംസാരിക്കാൻ അറിയാത്ത മിസ്അബ് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള തെറ്റല്ലാതെ ഒരു വിരല് കൊണ്ട് പോലും ആരെയും നോവിപ്പിക്കാത്ത മിസ്അബില്ലയോ? ആ മിസ്അബിനെ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ വചനം ചരിത്രങ്ങളിൽ കാണാം. മിസ്അബേ, താങ്കൾ മക്കയിലെ ഏറ്റവും വലിയ സുന്ദരനായിരുന്നു, മക്ക കണ്ട ഏറ്റവും നല്ല ധനാഢ്യനായിരുന്നു, നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ചവനായിരുന്നു. ആ താങ്കളാണല്ലോ പൊടിപുരണ്ട രക്തം പുരണ്ട ശരീരമായി ഈ ഉഹദിന്റെ രണഭൂമിയിൽ കിടക്കുന്നത് മിസ്അബേ. അല്ലാഹുവിന്റെ റസൂൽ ഷഹീദുകളെ കുളിപ്പിക്കാറില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. കഫൻ പുടവയിൽ അത് വരിഞ്ഞു കിട്ടുമ്പോ രക്തക്കറ ആ കഫൻ പുടവയിലൂടെ ഇങ്ങനെ പടർന്നു കയറുമ്പോ ആ മിസ്അബിന്റെ തലമറക്കുമ്പോ കാലുമറയുന്നില്ല, കാലിലേക്ക് വലിക്കുമ്പോ തലമറയുന്നില്ല. അവസാനം തലമറച്ച് കാലിന്റെ ഭാഗത്ത് മരുഭൂമിയിൽ കിട്ടുന്നൊരു തരം ഇദ്ഹർ പുല്ല് വെച്ച് കെട്ടിയിട്ട് മിസ്അബിനെ ഖബറിലേക്ക് ഇറക്കുമ്പോ അവരെ കുറിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്. മനുഷ്യരെ, അവരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിനോടുള്ള കരാറുകൾ പൂർത്തീകരിച്ച ആളുകളാണ്. ഇവരൊക്കെ നാളെ പരലോകത്തെ രക്തമൊലിച്ച്
അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കസ്തൂരിയുടെ സുഗന്ധമുള്ള ശരീരമായി കടന്നു വരുമ്പോ അവർക്കൊക്കെ റബ്ബിനോട് പറയാൻ ഒരുപാട് ത്യാഗങ്ങൾ ഉണ്ടാകുമ്പോ വയലോടിയിൽ ഒരുമിച്ചുകൂടിയ ഓരോ മുഅ്മിനീങ്ങളും എന്റെ നെഞ്ചകത്തുള്ള ആത്മാർത്ഥമായ വാക്കോടെ പറയുകയാണ്, ഈ സംസാരിക്കുന്ന ഞാനും നിങ്ങളും എന്താണ് റബ്ബിന്റെ കോടതിയിൽ അവരുടെ മുമ്പിലൊക്കെ പറയാനുണ്ടാവുക? കൃത്യമായ 5 നേരത്തെ നിസ്കാരത്തിന്റെ കഥ പറയാനുണ്ടോ? കണ്ണിനെ സൂക്ഷിച്ച കഥയെങ്കിലും പറയാനുണ്ടോ? സാമ്പത്തിക മേഖലകളിലെ സൂക്ഷ്മതകളുണ്ടോ? ഓരോ കാര്യങ്ങളും അതിശക്തമായി ശ്രദ്ധിക്കേണ്ടവരല്ലയോ നമ്മൾ ഓരോരുത്തരും? അവിടെയാണ് അല്ലാഹു പറഞ്ഞത് നമ്മളോട്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ആരാണോ അല്ലാഹുവിനെ യഥാവിധി കാത്തു സൂക്ഷിക്കുന്നത്, ആരാണോ അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്നത്, ആരാണോ അവർക്ക് അല്ലാഹു ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഒരു പോംവഴി കാണിച്ചു കൊടുക്കുന്നതാണ്. മാത്രമല്ല വയറ് നിറയാനും അന്നം കിട്ടാനും വേണ്ടിയല്ലയോ സഹോദരങ്ങളെ പ്രവാസിയായത്, ജോലിക്ക് വീട്ടിൽ നിന്നിറങ്ങുന്നത്, ശരീരത്തിന്റെ ഈ മുഖകാന്തി നഷ്ടപ്പെട്ടതുവരെ അന്നം തേടിയുള്ള യാത്ര കൊണ്ടല്ലയോ? അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല സുഖങ്ങളും മാറ്റിവെച്ചത് അതിന് വേണ്ടിയില്ലയോ? ആ പ്രതിസന്ധികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങളാരും പ്രതീക്ഷിക്കാതെ നിനച്ചരിക്കാത്ത രൂപത്തിലതാ നിങ്ങൾക്ക് അല്ലാഹു റിസ്കിനെ പ്രദാനം ചെയ്യുന്നതാണ്. വമൻ യതവക്കൽ അലല്ലാഹ്. ആരാണോ അല്ലാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ തവക്കുൽ ചെയ്യുന്നതാരാണോ, എൻ്റെ ജീവിതം, എൻ്റെ മരണം, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും അല്ലാഹുവിൻ്റെ മുന്നിൽ യഥാർത്ഥത്തിൽ തവക്കുൽ ചെയ്യുന്നതാരാണോ, അല്ലാഹു പറയുകയാണ് അവർക്ക് റബ്ബ് മതി എന്നല്ല പറയുമ്പോൾ, സഹോദരങ്ങളെ ഈ സുന്ദരമായ ആദർശത്തിലേക്ക് നമ്മൾക്ക് മടങ്ങാം. അതിനുവേണ്ടി ധൃതി പിടിച്ചവരായിരുന്നു പ്രവാചകന്മാർ, അതിനുവേണ്ടി വാശി പിടിച്ചവരായിരുന്നു പ്രവാചകന്മാർ. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് തന്നെ എന്താണ്? ഇന്നഹും കാനൂ യസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. പ്രിയപ്പെട്ടവരെ, കാത് തുറന്ന് കേൾക്കേണ്ട വചനമാണ്, നെഞ്ചകം തുറന്ന് കേൾക്കേണ്ട വചനമാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? പ്രവാചകന്മാർ ധൃതി പിടിച്ച് മുന്നേറിയവരാണ്. ദുനിയാവിൻ്റെ വിഷയത്തിലല്ല, ഭൗതിക വിഷയത്തിലല്ല, ദുനിയാവിൻ്റെ തിരക്കുകളിലേക്കല്ല, നേരെ മറിച്ചുകൊണ്ട് പരലോകത്തിലെ വിഷയത്തിലേക്ക് വേണ്ടി, നന്മയിലേക്ക് ധൃതിപ്പടിച്ച് മുന്നേറിയവരായിരുന്നു ആ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ നിന്ന് ഒന്നാമതായി നമ്മൾക്ക് നേടിയെടുക്കാനുള്ള സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, തൗഹീദുള്ള ജീവിതമാണ്. നമ്മെ സൃഷ്ടിച്ചവനായ റബ്ബിനെ അറിയുന്നതിലൂടെയുള്ള ജീവിതമാണ്. എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ നമ്മളോട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. എന്തൊരു സുന്ദരമായ വചനമാണത്! അതേ, എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയുകയും നേരാമെന്ന് നിലകൊള്ളുകയും ചെയ്തവരാരാണോ അവരുടെ അടുക്കലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. സ്വർഗമാകുന്ന ലോകത്തേക്കുള്ള യാത്രയാണ് ഈ മരണത്തോടുകൂടി നടക്കാനിരിക്കുന്നത് എന്ന് വിശ്വാസം വിമലീകരിച്ചവരോട് മലക്കുകൾ പറയുന്ന സന്തോഷവാർത്ത. റഹ്മാനായ റബ്ബ് അവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ അറിയുന്നതിലൂടെ കിട്ടുന്നൊരു സുഖമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ഈ രാത്രി എന്ന് പറയുന്ന മഹാ അത്ഭുതമുണ്ടല്ലോ, പകല് വഴിമാറിക്കൊടുത്ത് രാത്രിക്ക് വഴിമാറിക്കൊടുക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ രാത്രി പകലിന് വഴിമാറിക്കൊടുക്കുകയാണ്. ഈ മഹാപ്രതിഭാസത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനായ രക്ഷിതാവില്ലയോ? വൽഫുൽകില്ലതീ തജ്രി ബിമാ യൻഫഉന്നാസ്. ജനങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങളുമായി
സമുദ്രമാകുന്ന വലിയ ജലഗണികകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രയാണം ചെയ്യുന്ന അതേ വലിയ വലിയ കപ്പലുകളുണ്ടല്ലോ, ആ കപ്പലുകളിലും ചിന്തിക്കുന്ന ആ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിൻ മാഇൻ, ആകാശത്തിന്റെ കാർമേഘക്കീറുകളിൽ നിന്ന് മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നവനായ രക്ഷിതാവില്ലയോ? എന്തിനാണല്ലോ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നത്? ഈ വരണ്ട ഭൂമിയിൽ നിന്ന് സുന്ദരമായ ചെടികൾ മുളപ്പിക്കാനല്ലയോ? എന്തെല്ലാം കളറുകളിലുള്ള പഴങ്ങളുണ്ട്, എന്തെല്ലാം കളറുകളിലുള്ള പൂക്കളുണ്ട്, എന്തെല്ലാം വ്യത്യസ്തതയിലുള്ള മണങ്ങളുള്ള ചെടികളുണ്ട്, പച്ചക്കറികളുണ്ട്, മരങ്ങളുണ്ട്. ഇതെല്ലാം അള്ളാഹു മഴയിലൂടെയാണ് നമ്മൾക്ക് നൽകിയത്. അള്ളാഹു പറയുകയാണ്, ഇതിലെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് മഹത്തായ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. ഈ റബ്ബിനെ നമ്മൾ അറിയുക, ഈ റബ്ബിന്റെ വഹദാനിയത്തിനെ ശരിക്ക് തിരിച്ചറിയുക. ഫറോവയുടെ രാജകൊട്ടാരത്തിൽ മഹാനായ മൂസാ നബി പറഞ്ഞ റബ്ബാണത്. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞപ്പോൾ മൂസാ നബി നെഞ്ചു വിരിച്ച് കയറി ചെന്നത് പ്രാർത്ഥനയോടെയാണ്. ഈ വയലോടിയിലുള്ള ഓരോ വീടുകളിലേക്കും കയറി ചെല്ലേണ്ടവരാ നമ്മള്. തൗഹീദിന്റെ വെളിച്ചം കിട്ടിയ നമ്മൾക്ക് ആ ബാധ്യതയുണ്ട്. പക്ഷേ നമ്മളിൽ എത്ര പേരാണത് നിർവഹിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ താമസം വിനാ തുടങ്ങണം. ഇല്ലെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ നമ്മളോട് ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ മഹാ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടത് എത്തിച്ചു കൊടുത്തില്ല എന്ന് റബ്ബ് ചോദിക്കുമ്പോ അതിന് മറുപടി പറയാൻ നമ്മുടെ കൈകളിൽ ഉണ്ടാകില്ല. സ്വർഗം വരെ നഷ്ടപ്പെട്ടു പോകുന്ന കേസാണത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഫറോവയുടെ കൊട്ടാരത്തിൽ കയറി ചെന്നുകൊണ്ട് റബ്ബിനെ കുറിച്ച് പറഞ്ഞപ്പോ മൂസാ നബി ചോദിച്ച ചോദ്യം എന്താണ്? ഫമൻ റബ്ബുകുമാ യാ മൂസാ. അല്ലാത്ത ചോദ്യമാണത്. അല്ലാത്ത ചോദ്യമായിട്ടാണ് ഫിറോൻ ചോദിച്ചത്. ഫമൻ റബ്ബുകുമാ യാ മൂസ. അല്ല മൂസ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ റബ്ബാര? കുറെ നേരായാലോ വർത്താനം പറയണു, കുറെ നേരായാലോ സംസാരിക്കുന്നു. ആരാണടോ നിങ്ങളുടെ രക്ഷിതാവെന്ന് ചോദിച്ചപ്പോ മൂസാ നബി പറഞ്ഞ മറുപടി അപാരമാണ്. ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെ സൃഷ്ടിക്കുകയും അവക്ക് വേണ്ടതായ മാർഗദർശനങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാരാണോ അവനാകുന്നു എൻ്റെ രക്ഷിതാവ്. ആർട്ടിക് എന്ന് പറയുന്ന ധ്രുവത്തിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് 18,000 കിലോമീറ്റർ ദിവസങ്ങളോളം എടുത്തു പറക്കുന്ന പക്ഷിയെ സൃഷ്ടിച്ചവനായ രക്ഷിതാവ്. ഇന്നും സൂര്യരശ്മികൾ പതിക്കാത്ത വനാന്തരങ്ങളുണ്ട് ലോകത്ത്. ആമസോൺ എന്ന് പറയുന്ന വനാന്തരങ്ങളിൽ സൂര്യൻ അതിൻ്റെ അതിശക്തമായ കിരണങ്ങൾ ഭൂമിയിലേക്ക് പ്രതിദാനം ചെയ്യുമ്പോഴും അതിനിബിഡമായ വനങ്ങൾ കാരണത്താൽ സൂര്യരശ്മി ഭൂമിയിലേക്ക് എത്താത്ത വനങ്ങളില്ലയോ? അവിടെയും ജീവജാലങ്ങൾ ജീവിക്കുന്നില്ലയോ? അവിടെയും സഹോദരങ്ങളെ അത്ഭുതകരമായ ചെടികൾ വളരുന്നില്ലയോ? ഭൂമിയുടെ ബഹുഭൂരിഭാഗം ആവാസ വ്യവസ്ഥയും നിലകൊള്ളുന്ന ആ വനങ്ങളിൽ എന്തെല്ലാം ജീവജാലങ്ങളുണ്ട്. ആ വനത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഹൊപ്പോസ്. ആ ജീവി അഭിനയത്തിന്റെ വിഷയത്തിൽ വലിയ അഭിനേതാവാണ്. ആ ജീവി ഒരു ശത്രു തന്നെ കൊല്ലാൻ വരുന്നുണ്ടെന്നറിഞ്ഞാൽ ചത്തതുപോലെ അഭിനയിച്ച് കിടക്കുന്ന ജീവിയാണ്. അതുപോലെ തന്നെ മരത്തിന്റെ കളറുള്ള പക്ഷികൾ, മരത്തോട് ഒട്ടിക്കിടക്കാൻ ശത്രു വരുന്നുണ്ടെന്നറിഞ്ഞാൽ മരത്തോട് ഒട്ടിക്കിടക്കാൻ സാധ്യമാകുന്ന പക്ഷികൾ. എന്തെല്ലാം വർണ്ണങ്ങളാണ്, എന്തെല്ലാം അത്ഭുതങ്ങളാണ്. ഇതിനെയെല്ലാം സൃഷ്ടിച്ചവനായ റബ്ബിനെയായിരുന്നു മഹാനായ മൂസാ നബി പരിചയപ്പെടുത്തിയത്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഈ രക്ഷിതാവിനെയാണ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമ്മൾ അറിയേണ്ടത്. സമയമുണ്ടാക്കി അറിയണം, സമയമുണ്ടാക്കി പഠിക്കണം. കാരണം എന്താണെന്നറിയുമോ? കണ്ണടഞ്ഞുകൊണ്ട് മരണമങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മളോടുള്ള ചോദ്യങ്ങളിൽപ്പെട്ടൊരു ചോദ്യം തന്നെ എന്താണ്? ആദ്യത്തെ ചോദ്യം എന്താണ്? മൻ റബ്ബുക. നിന്റെ റബ്ബാരാണെന്നാണ് ആദ്യമായ ചോദ്യം. നിന്റെ റബ്ബാരാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിന്റെ മുന്നിൽ പറയാൻ കഴിയണം റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അള്ളയാണ്, എന്റെ രക്ഷിതാവ് അള്ളയാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിയണം. പക്ഷേ
അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എങ്ങനെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ പ്രാവശ്യം അവസാനം ഒരു 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഉള്ളവൻ ഉംറക്ക് പോയ സമയത്ത് ജബലൻ നൂർ എന്ന് പറയുന്ന മലയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് എന്റെ ഹബീബായ പ്രവാചകനെ ഞാൻ ഓർത്തുപോയിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ പ്രവാചകൻ എത്ര റിസ്ക് എടുത്തിട്ടാണ് ആ മലമുകളിലേക്ക് കയറിയത്. ഇന്ന് കയറിപ്പോകാൻ സ്റ്റെപ്പുകളുണ്ട്. പക്ഷേ പോകുന്ന ആ സമയത്ത് താഴെയുള്ള ആളുകൾ പറയാറുണ്ട്, ഒരു 1, 2, 3 ബോട്ടിൽ വെള്ളം എടുത്ത് കയറിക്കോ, ഫ്രൂട്ട്സുകൾ കയ്യിൽ കരുതിക്കോ, കാരണം മുകളിലെത്തുമ്പോഴേക്ക് നല്ല രൂപത്തിൽ ക്ഷീണിക്കും. ആ മലയുടെ മുകളിലാണ് പ്രവാചകൻ കയറിയിരുന്നിരുന്നത്. എന്തിനു വേണ്ടിയാണ് കയറിയിരുന്നത്? വെറുതെ സമയം കളയാനല്ല, നേരെ മറിച്ചുകൊണ്ട് റബ്ബിനെ ആരാധിക്കാനാണ്, ആരാധനാ നിമഗ്നനായി ഇരിക്കാനാണ്. ഹബീബായ പ്രവാചകന്റെ അരികിലേക്ക് ജിബ്രീൽ വന്ന സമയത്ത് കൊടുത്ത വചനങ്ങളല്ലയോ ഇത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കൂ പ്രവാചകരെ, തങ്ങളെ സൃഷ്ടിച്ചവനായ, നിന്നെ സൃഷ്ടിച്ചവനായ, താങ്കളെ സൃഷ്ടിച്ചവനായ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. നമ്മെ സൃഷ്ടിച്ചവനായ റബ്ബെന്ന് പറയുമ്പോ ഈ നാട്ടിലെ സമസ്തക്കാർക്ക് അതിൽ തർക്കമുണ്ടോ? ഈ നാട്ടിലെ മുജാഹിദികൾക്ക് അതിൽ തർക്കമുണ്ടോ? ഇതര മതസ്ഥർക്കോ ആദർശക്കാർക്കോ അതിൽ തർക്കമുണ്ടോ? ഇല്ലല്ലോ. കാരണം എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് റബ്ബാണെന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യ, നിന്നെ റബ്ബ് നിന്നെ സൃഷ്ടിച്ചത് അലഖിൽ നിന്നാണ്, ഭ്രൂണത്തിൽ നിന്നാണ്. അല്ലാഹ് പറയുന്നു, ഇഖ്റ വറബ്ബുക്കൽ അക്രം. അങ്ങനെയുള്ള രക്ഷിതാവുണ്ടല്ലോ, അവൻ അത്യുദാരനാണ്, അവന്റെ നാമത്തിലാണ് നീ വായിക്കേണ്ടതെന്ന് പറഞ്ഞ് റബ്ബിനെ വായിക്കാനും പഠിക്കാനും അല്ലാഹ് പറയുന്നു. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ സംസാരം, എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹുവിന്റെ സംസാരം. സഹോദരങ്ങളെ, നിങ്ങൾ ഏത് വേദഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിക്കോ. ജൂതന്മാർ പ്രതിദാനം ചെയ്യുന്ന തെൽമൂദ് എന്ന് പറയുന്ന ഗ്രന്ഥം, നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ വിശ്വാസികൾ വിശ്വസിക്കുന്ന ബൈബിൾ, നമ്മുടെ ഹൈന്ദവ വിശ്വാസികളായ ആളുകൾ പാരായണം ചെയ്യുന്ന ഭഗവത്ഗീത, ഏതെടുത്തു നോക്കിയാലും അതിലൊന്നും ഒരുപക്ഷെ വായിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വരികൾ കാണില്ല. വിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ വചനം തന്നെ വായിക്കുക, പഠിക്കുക, അതിൻ്റെ വാതായനങ്ങൾ താണ്ടിക്കിടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരേ ഒരു വേദഗ്രന്ഥമുണ്ട് എങ്കിൽ അത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ആ ഖുർആനിന്റെ ആ കൽപ്പനയോട് നമുക്ക് ഉത്തരം നൽകാം. ഇത് ആദം നബി മുതൽ തുടങ്ങിയ കാര്യം. അക്ഷരവിദ്യയിലൂടെ, അന്വേഷണങ്ങളിലൂടെ അറിവ് സ്വായത്തമാക്കാൻ ആദം നബിയോട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. എന്താണ് അല്ലാഹു പറഞ്ഞത്? ആദം നബിക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സുമ്മ അറളഹും അലൽ മലായിക. എന്നിട്ട് ആദം നബിയുടെ മുന്നിൽ എല്ലാ വസ്തുക്കളെയും പ്രകടിപ്പിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു പറയുന്നു, അംബിഊനി, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു വ്യക്തമായി അറിയുന്നവനാണെന്ന് അല്ലാഹു നമ്മളോട് പറയുന്നു. ഈ ഒരു മഹായാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്നറിയുക. എൻ്റെ റബ്ബിനെ ഞാൻ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നറിയുക. സഹോദരങ്ങളെ, നമ്മൾക്കറിയാം, ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ നമ്മളോട്, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ശ്രദ്ധയോടെ ശ്രദ്ധിക്കണേ, ശ്രദ്ധ ഒരു സെക്കൻഡ് പോലും മാറിപ്പോകരുതേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണല്ലോ പറഞ്ഞത്? അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന.
എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതിയ വചനമാണെന്ത്? വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, എന്ത്? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ആരെങ്കിലും വിമുഖത കാണിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് തലതിരിഞ്ഞ് നടന്നാൽ നിന്ദരായിക്കൊണ്ടവർ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ആ ഹദീസ് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഓതിയ വചനമാണിത്. പ്രാർത്ഥന ആരാധനയാണെന്ന് തെളിവ് പിടിച്ചത് അതിൽ നിന്നാണ്. ഈ പ്രാർത്ഥനയാണ് റബ്ബിനോട് മാത്രം നടത്തേണ്ട ആരാധന, റബ്ബിനോട് മാത്രം നടത്തുന്ന നമസ്കാരമാകുന്ന ആരാധന, റബ്ബിനോട് മാത്രം നടത്തുന്ന സക്കാത്താകുന്ന ആരാധന, റബ്ബിനോട് മാത്രം നടത്തുന്ന ഹജ്ജാകുന്ന ആരാധന, റബ്ബിനോട് മാത്രം നടത്തേണ്ടുന്ന നേർച്ചയാകുന്ന ആരാധന. ആ കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ടതാണ്. റബ്ബിനോട് മാത്രം നടത്തേണ്ട ആരാധനയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പല ആളുകളും പ്രാർത്ഥനയല്ല, അതൊക്കെ അർത്ഥനയാണ്, സഹായത്തേട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അല്ലാത്ത മഹാന്മാരോട് വിളിച്ചു തേടുന്ന ദുഃഖകരമായ ഒരവസ്ഥയുണ്ട്. ആ ആദർശത്തിൽപ്പെട്ട ആരെങ്കിലും ഈ വയലോടി പ്രദേശത്ത് ഞങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ആത്മാർത്ഥമായി അവരോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും നമ്മൾക്കൊക്കെ മാതൃകയായ മനീഷികമാരല്ലേ അവരെല്ലാം? ഒന്നാമത്തെ പ്രവാചകനും മനുഷ്യനുമല്ലയോ ആദം നബി അലൈഹിസ്സലാം? ആ ആദം നബി അലൈഹിസ്സലാമയുടെ പക്കൽ ചെറിയൊരു വീഴ്ച വന്നപ്പോ അല്ലാഹുവിനോട് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയത് എങ്ങനെയാണ്? ഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ. റബ്ബേ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി എന്നാണ് പറഞ്ഞത്. ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി. ലോകത്തിന്റെ രക്ഷിതാവിനോടാണ് ആ തേട്ടമുണ്ടായത്. ഒരിക്കൽ പോലും അർത്ഥനയുടെ രൂപത്തിൽ ജിന്നുകളോട് തേടാമെന്ന് പറഞ്ഞില്ല, അർത്ഥനയുടെ രൂപത്തിൽ മലക്കുകളോട് തേടാമെന്ന് പറഞ്ഞില്ല, അർത്ഥനയുടെ രൂപത്തിൽ അവിടെയുള്ള ഏറ്റവും വലിയ മലക്കായ ജിബ്രീലിനോട് തേടാമെന്ന് പറഞ്ഞില്ല. തേടിയത് റബ്ബിനോടാണ്. അവിടെ നിന്നിങ്ങോട്ട് ഓരോ പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോഴും അയ്യൂബ് നബിയെ അള്ളാഹു പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ക്ഷമാലുക്കൾക്ക് മാതൃകയായിട്ടാണ്. ഇനി ലോകത്ത് ഏത് പ്രതിസന്ധികൾ അനുഭവിച്ച് ആര് പ്രയാസം അനുഭവിച്ചാലും അയ്യൂബ് നബിയോളം എത്തില്ല എന്നല്ല പഠിപ്പിച്ചു. 10-ലധികം കൊല്ലമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായത്. ഒരു ഡ്രസ്സ് നേരാവണ്ണം അണിയാൻ കഴിയില്ല, ഒരു ഭാഗത്ത് ഇരിക്കാൻ കഴിയില്ല, ചെരിഞ്ഞോ മലന്നോ കിടക്കാൻ കഴിയില്ല. ആ ശരീരത്തിൽ നിന്ന് വ്രണങ്ങളിൽ നിന്ന് ചലവും രക്തവും ഒലിക്കുന്നൊരവസ്ഥ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. 12-ലധികം കൊല്ലമാണത്രേ അയ്യൂബ് നബിക്ക് രോഗമുണ്ടായത്. ആ സമയത്തെല്ലാം മഹാനായ അയ്യൂബ് നബി പറഞ്ഞത് എന്താണ്? വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ-ളുർറു വഅൻത അർഹമുർ റഹീമീൻ. ഏ റബ്ബേ, നീ കാരുണ്യവാനാണ് റബ്ബേ. സഹോദരങ്ങളെ പരീക്ഷണങ്ങളുടെ, സഹോദരിമാരെ പരീക്ഷണങ്ങളുടെ നെരിപ്പോടുകളിലൂടെ കടന്നുപോയപ്പോഴും അദ്ദേഹത്തിന്റെ വാക്ക് നീ കാരുണ്യവാനാണ് റബ്ബേ, നീ കാരുണ്യവാനാണ് റബ്ബേ. എത്രത്തോളം വലിയ ക്ഷമയാണ് അദ്ദേഹത്തിന്. പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ആ വാക്കുദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയ്യൂബ് നബി നടത്തിയതൊരു പ്രാർത്ഥനയാണ്. പക്ഷേ പ്രാർത്ഥനയുടെ സ്വഭാവങ്ങളൊന്നും അതിൽ കാണുക സാധ്യമല്ല. കാരണം അയ്യൂബ് നബി പറഞ്ഞത് എന്താണ്? അതെ, അന്നീ മസ്സനിയൽ ദുർറ, എനിക്ക് ദുരിതം ബാധിച്ചു എന്നാണ്. അതിലൊരു പ്രാർത്ഥനയുണ്ടോ? അതിലൊരു തേട്ടമുണ്ടോ? വഅൻത അർഹമുർ റഹീമീൻ, നീ റാഹിമാണ് റഹ്മാനാണെന്ന് പറഞ്ഞു. അതിലൊരു തേട്ടം കാണുന്നുണ്ടോ? പക്ഷേ അയ്യൂബ് നബി നടത്തിയ പ്രാർത്ഥനയാണത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. എന്തുണ്ടായി? ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും അതിൽ മാതൃകയുണ്ട്. എന്ത് തന്നെ പരീക്ഷണങ്ങൾ വന്നാലും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന മാതൃക എന്താണെന്നറിയുമോ? അയ്യൂബ് നബിയുടെ ആ പ്രാർത്ഥന കാരണത്താൽ അദ്ദേഹം അതാ കല്ലിലിരുന്ന് കുളിക്കുമ്പോഴാണ് അല്ല പറഞ്ഞത്, ഉർക്കുദു ബിരിജിലിക് ഹദാ മുഅ്തസലും ബാരിദും വശറാബ്. അതേ, അല്ലാഹു പറഞ്ഞത് എന്താണ്? താങ്കളെ കാലം നനക്കൂ അയ്യൂബേ. കാലനക്കിയപ്പോഴതാ ആ
കാലിൻ്റെ അടിയിൽ നിന്ന് തണുത്ത കുടിക്കാൻ പറ്റുന്ന വെള്ളം നിർഗളിക്കുകയാണ്. ആ വെള്ളത്തിൽ നിന്ന് ഒന്ന് മുങ്ങാൻ പറയുകയാണ്, അതിൽ നിന്ന് അല്പം കുടിക്കാൻ പറയുകയാണ്. അയ്യൂബ് നബിയുടെ ശരീരത്തിലുള്ള വൃണാവൃതമായ ശരീരം അതെല്ലാം പൂർണ്ണമായി അള്ളാഹു ശിഫയാക്കി കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ. അദ്ദേഹം ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ, കുളിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ പുറത്ത് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന ഭാര്യയുണ്ട്. ആ ഭാര്യ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ പോലെ ഉണ്ടല്ലോ നിങ്ങളാരാണ്? എൻ്റെ ഭർത്താവിനെ പോലെയുണ്ടല്ലോ നിങ്ങൾ ആരാണ്? അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മോളെ ഞാൻ നിന്റെ ഭർത്താവ് തന്നെയാണ്. അത്രത്തോളം അള്ളാഹു മാറ്റമുണ്ടാക്കിയ പ്രവാചകനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദുരിതങ്ങൾ നീക്കിക്കൊടുത്തു എന്നാണ്. എന്താണ് ഉണ്ടായത്? പ്രതീക്ഷകളെ റബ്ബിലേക്ക് മാത്രം അർപ്പിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്നത് എന്താണ്? എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ മുഹിയുദ്ദീൻ ശൈഖ് എന്ന് വിളിക്കുകയാണ് എങ്കിൽ, 1000ഓളം പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം. ഞാൻ ഈ വരി വായിച്ചപ്പോൾ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, മുഹിയുദ്ദീൻ ശൈഖ് വിളിച്ചാൽ കേൾക്കുമെന്നല്ലേ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ വിശ്വാസം? ഒരാളെ തന്നെ 1000 വട്ടം വിളിച്ചാൽ എന്താണ് അവസ്ഥ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ വയലോടി പാലത്തിന്റെ മേലക്കൂടി ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ ആചാര്യ കേട്ടു, 2ാമത്തെ പ്രാവശ്യം വീണ്ടും ആചാര്യ കേട്ടു, 3ാമത്തെ പ്രാവശ്യം വീണ്ടും ആചാര്യ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞുകൊണ്ട് എന്തെല്ലാം ഡയലോഗ് അടിക്കും. നിനക്കെന്താ വട്ടുണ്ടോ? ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ വിളി കേട്ടതല്ല, പിന്നെ എന്തിനാ പിന്നെ വിളിക്കണത്? ഇനി ശൈഖ് ജീലാനി 1000 വട്ടം വിളിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ശൈഖ് ജീലാനി ഇതൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം ഡിസ്റ്റർബ് ആകുകയില്ലേ? ഇനി അദ്ദേഹം അഥവാ കേട്ടാൽ തന്നെ ചൊല്ലുന്നവരെ ആട്ടിവിടുകയില്ലേ? കാരണം എന്താണെന്നറിയുമോ? എത്ര പ്രാവശ്യമാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്? എന്തിനാണിത് പറയുന്നത്? റബ്ബിനോടുള്ള പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ട് സൃഷ്ടികളിലേക്ക് കൊണ്ടുപോകാനാണ്. എത്രയെത്ര മഹാന്മാരോടാണ് വിളിച്ചു തേടുന്നത്. മാറാൻ കഴിയണം, മാറി ചിന്തിക്കാൻ കഴിയണം. ശിർക്ക് പറയുന്നത് വലിയ പാപമാണ്, ഒരിക്കലും നല്ല പൊറുക്കാത്ത പാപമാണ്. വിശുദ്ധ ഖുർആനിന്റെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ വായിക്കുമ്പോ ആ ലുഖ്മാനിന്റെ ആമുഖത്തിൽ തന്റെ മകനോട് കൊടുത്ത ഉപദേശം തന്നെ എന്താണ്? വഇദ ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ഏറ്റവും വലിയ അക്രമമാണത്. ഈ അക്രമം എന്നിൽ നിന്ന് ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് മഹദിയായ സുമയ്യ ബീവി അബൂജഹലിന്റെ കൊട്ടാരത്തിലെ ജോലിക്കാരിയായിരുന്നു. എന്റെ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. അബൂജഹലിന്റെ കൊട്ടാരത്തിലെ ജോലിക്കാരിയായിരുന്നു. അബൂജഹലിന്റെ കൊട്ടാര സമാനമായ വീട്ടിലെ തൂപ്പുകാരിയായിരുന്നു. ആ സുമയ്യ ബീവി ഇസ്ലാം സ്വീകരിച്ച വാർത്ത കേട്ടപ്പോ അബൂജഹൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, നേരത്തെ മിസ്അബിന്റെ ചരിത്രം പറഞ്ഞതുപോലെ, അതേ സുമയ്യ, നീ മുഹമ്മദിന്റെ മതത്തിലേക്ക് പോയി എന്ന് കേട്ടല്ലോ, ഞാൻ കേട്ടത് ശരിയാണോ സുമയ്യ എന്ന് ചോദിച്ചപ്പോ സുമയ്യ പറഞ്ഞു, നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. പീഡനങ്ങൾ ഉണ്ടാകുമെന്ന് സുമയ്യക്കറിയാം, പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് സുമയ്യക്കറിയാം. സുമയ്യ ബീവി അത് സമ്മതിച്ചപ്പോ അതേ സ്വകാര്യമായി കൊണ്ട് അബൂജഹൽ പറഞ്ഞു, അത്രേ സുമയ്യ, നീ എന്നെ വശറാക്കല്ലേ സുമയ്യ, നിനക്ക് ഈ കൊട്ടാരത്തിൽ രാജ്ഞിയാകണോ? നിനക്കെന്റെ ഭാര്യയാകണോ? നിനക്ക് സമ്പത്ത് വേണോ? നിനക്ക് അധികാരങ്ങൾ വേണോ? ഞാൻ ആരും അറിയാതെ നിനക്കത് തരാം. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ബദ്ധവൈരിയായ മുഹമ്മദിന്റെ മില്ലത്തിലേക്ക് നീ പോയി എന്നറിഞ്ഞാൽ അത് എൻ്റെ സ്റ്റാറ്റസിനെ വലിയ രൂപത്തിൽ ബാധിക്കുന്ന കേസാണ് സുമയ്യ. അതുകൊണ്ട് നീ ആ മുഹമ്മദിൽ വിശ്വസിക്കരുത്. സുമയ്യ ബീവി പറയുകയാണ്, എനിക്ക് സാധ്യമല്ല, എനിക്ക് അള്ളാഹുവിന്റെ ദീന് കൃത്യമായി മനസ്സിലായിരിക്കുകയാണ്. ഞാൻ ഇത്രയും കാലം ശിർക്ക് എന്ന് പറയുന്ന പടുകുഴിയിലായിരുന്നു, മഹാപാതകത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇനി ആ ചളിക്കുണ്ടിലേക്ക് ഞാനില്ല. ഈ അബൂജഹൽ ചെയ്തതെന്താണെന്നറിയുമോ? സുമയ്യയെ മുറ്റത്തേക്ക് വലിച്ചിടുകയാണ്. സുമയ്യയുടെ മുഖത്തേക്കതാ അബൂജഹൽ തന്റെ വീട്ടിൽ ആരാധിക്കാൻ ഉപയോഗിക്കുന്ന
ലാത്തയുടെ കല്ല് കൊണ്ടുണ്ടാക്കിയൊരു ബിംബമുണ്ടായിരുന്നു. ആ ബിംബം കൊണ്ടുവന്ന് സുമയ്യയുടെ നെഞ്ചിലേക്ക് കുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു അത്രേ, വിളിക്കടി ലാത്തയെ, വിളിക്കടി ഉസ്സയെ, വിളിക്കടി മനാത്തയെ, വിളിക്കടി ഇബ്രാഹിം നബിയെ, വിളിക്കടി ഇസ്മായിൽ നബിയെ. മഹദിയായ സുമയ്യ ബീവി സമ്മതിക്കുന്നില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അഹദ് എന്ന് പറയുമ്പോ സുമയ്യ ബീവിയെ ആ ദുഷ്ടനായ ലഅനത്താക്കപ്പെട്ട അബൂജഹൽ ചെയ്തത് എന്താണെന്നറിയുമോ? സുമയ്യ ബീവിയുടെ ഒരു ഒരു സഹോദരിയുടെ ശരീരം എത്ര സോഫ്റ്റായ ശരീരമായിരിക്കും. പുരുഷന്മാരെ പോലെ മസിൽസുകളുടെ ശരീരമല്ലല്ലോ. സഹോദരങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ സുമയ്യ ബീവിയുടെ വലത് കൈ മുറിച്ചെടുത്തു എന്ന് ചരിത്രത്തിലില്ലയോ? വീണ്ടും സുമയ്യയോട് ആവശ്യപ്പെട്ടത് ലാത്തയെ വിളിക്കാനാണ്, ഉസ്സയെ വിളിക്കാനാണ്, മനാത്തയെ വിളിക്കാനാണ്. ഇല്ല ഇല്ല, ഞാൻ എൻ്റെ റബ്ബിനെ അല്ലാതെ വിളിക്കില്ല. സുമയ്യ ബീവിയുടെ നെഞ്ചകത്തേക്ക് ലാത്തയുടെ ബിംബം കൊണ്ട് കുത്തുകയാണ്. നേരത്തെ വെട്ടിയത് വലത് കൈയാണ് എങ്കിൽ രണ്ടാമത് വെട്ടുന്നത് ഇടത് കാലാണ്, മൂന്നാമത് വെട്ടുന്നത് ഇടത് കൈയാണ്, പിന്നീട് വെട്ടുന്നത് വലത് കാലാണ്. ഒരു മാംസപിണ്ഡമായി സുമയ്യ ബീവി നിലവിളിക്കുമ്പോ സുമയ്യ ബീവിയോട് അപ്പോഴും അബൂജഹൽ പറഞ്ഞത്, വിളിക്കടി നീ ലാത്തയെ, ഇല്ലെങ്കിൽ എന്നെ ഞാൻ കൊന്നുകളയുമെന്നാണ്. ഈ സുമയ്യ ബീവിയെ ഈ അബൂജഹൽ എന്ന് പറയുന്ന ദുഷ്ടൻ ചെയ്തതെന്താണെന്നറിയുമോ? പഴുപ്പിച്ചു കൊണ്ടുവന്ന ഇരുമ്പിന്റെ ദണ്ട് സുമയ്യ ബീവിയുടെ സ്വകാര്യ അവയവങ്ങളിലൂടെ, ജനേന്ദ്രിയങ്ങളിലൂടെ കുത്തിക്കയറ്റിയിട്ട് പറഞ്ഞത്, വിളിക്കടി ലാത്തയെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊരു പീഡനമാണിത്, എന്തൊരു പരീക്ഷണമാണിത്. ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ ചോദിച്ചത് എത്ര കൃത്യമാണ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സതുഹുൽ ബഅസാഉ വദ്ദറാ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട നജ്മി ഉസ്താദ് ഓതിയ ആയത്താണ്. സഹോദരങ്ങളെ, എന്താണ് പറയുന്നത്? ആരുടെ വിഷയത്തിലാണ് ഈ വചനങ്ങൾ ഇറങ്ങിയത്? ഖബ്ബാബിന്റെ വിഷയത്തിലാണ്. ആരാണ് ഖബ്ബാബ് എന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലിൽ 6ാമത് വിശ്വസിച്ച സഹാബിയാണ്. സുലാഫത്തിന്റെ അടിമയാണ്. കഥേ ഇരുമ്പിന്റെ ദണ്ടുകൾ പഴിപ്പിച്ചുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്ന, അങ്കികൾ ഉണ്ടാക്കിയിരുന്ന സഹാബിയാണ്. ഇസ്ലാം സ്വീകരിച്ചപ്പോ സുലാഫത്തിന്റെ കിങ്കരന്മാർ ഈ പാവപ്പെട്ട ഖബ്ബാബിന്റെ മുതുകത്ത് ഇരുമ്പ് പഴിപ്പിച്ചു കൊണ്ടുവന്ന് വെക്കുകയാണ്. കൽക്കരി കത്തിച്ചുകൊണ്ട് ഖബ്ബാബിനെ മലർത്തിക്കിടത്തുകയാണ്. ഖബ്ബാബിന്റെ നെഞ്ചത്ത് 2 പേർ കയറി നിൽക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുന്നു, റസൂലേ, എന്റെ മുതുകിൽ കാണുന്ന ഈ കുഴികളുണ്ടല്ലോ, അത് ഇങ്ങനെ ഉണ്ടായതാണ് നബിയേ. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത്, മുത്ത് നബിയേ, എന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ നീരുണ്ടല്ലോ, എന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചോരയുണ്ടല്ലോ, അതൊക്കെ കൊണ്ടാകാം സുലാഫത്തിന്റെ കിങ്കരന്മാർ എനിക്ക് വേണ്ടി ഒരുക്കിയ ആ കനൽ കഷ്ണങ്ങൾ കെട്ടുപോയതെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് ഖബ്ബാബ് പറയുമ്പോ, എന്തൊരു പീഡനമാണത് കൂട്ടരെ. അവിടെയാണ് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നത്. ഇസ്ലാം അതേ ആദ്യകാലത്ത് പ്രചരിപ്പിച്ച കാലഘട്ടത്തിലാണ് ഈ ചോദ്യം. നബിയെ, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം? ഒറ്റ വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം സമീപത്ത് തന്നെയുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, നമസ്കാരം ഒഴിവാക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യതകളിൽ ഹറാം ആസ്വദിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പലിശ ഇടപാടുകളിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാകുന്ന വീടില്ലയോ, ആ വീടിന്റെ ചുമരിന്റെ നെഞ്ചിൽ തൂക്കിയിട്ട ടെലിവിഷനിൽ ഹറാമായ മ്യൂസിക്കുകളും ഹറാമായ അഭിനയങ്ങളും ഹറാമായ ആണും പെണ്ണും കൊഞ്ചിക്കുളയുന്ന കാഴ്ചകളും കുട്ടികൾ സമേതം ഇരുന്ന് ആസ്വദിക്കുന്നവരെ, നാളെ പരലോകത്ത് സ്വർഗമെന്ന് പറയുന്ന ലോകം നമ്മൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? കണ്ണിനെ വരെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് സാധ്യമല്ല. മ്യൂസിക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് സാധ്യമല്ല. ഇപ്പോഴും പല ആളുകളെയും വസ്ത്രം നെരിയാണിക്ക് താഴെയാണ്. എത്ര കാലമായി നമ്മൾ കേൾക്കുന്നു, ഓ മോനെ, നെരിയാണിക്ക് താഴെ പോയ ഭാഗമെടാ നരകത്തിലാണ്. 11 കുത്താണ് ഉമർ തങ്ങൾക്ക് കിട്ടിയത്.
ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ സങ്കടങ്ങളും സന്താപങ്ങളും ഇതാ ഞാൻ എൻ്റെ റബ്ബിലേക്ക് എൻ്റെ ശിക്കായത്തുകൾ വേവലാതികൾ ഞാനിതാ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ മഹാനായ ഉമർ തങ്ങൾക്ക് മദീന മിമ്പറിന്റെ മിഹ്റാബിന്റെ ഉള്ളിൽ അബൂ ലുഅ്ലുഅ അൽ മജൂസി എന്ന് പറയുന്ന അതേ ഒരു ദുഷ്ടനായ വ്യക്തി വന്നുകൊണ്ട് ഉമർ തങ്ങളെ കുത്തുമ്പോ ആ 11 കുത്തിൽ 1 കിട്ടിയത് പൊക്കളിന്റെ താഴെയാണ്. ആ കുത്താണ് ഉമറിന്റെ മരണത്തിന് കാരണമാക്കിയതെന്ന് കാണാം. കുടിക്കാൻ കൊടുത്ത മുന്തിരിച്ചാറ്, കുടിക്കാൻ കൊടുത്ത പാല്, കുത്ത് കിട്ടിയ ആ ദ്വാരത്തിലൂടെ പുറത്തു വന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഉമർ തങ്ങളുടെ ശരീരത്തിൽ ആ കുത്തു കിട്ടുമ്പോ അദ്ദേഹത്തിന്റെ മരണം കാണാൻ വേണ്ടി, ആ പ്രയാസം കാണാൻ വേണ്ടി ധാരാളം ആളുകൾ ഓടി വരുമ്പോ അതിൽപ്പെട്ടൊരു യുവാവ് ഉമർ തങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്തൊരു വലിയ ഭാഗ്യവാനാണ്. ഈ ത്വയ്ബയുടെ മണ്ണിൽ, ഹബീബായ പ്രവാചകന്റെ പള്ളിയിൽ, ഈ സുന്ദരമായ നാട്ടിൽ ഒരു ഷഹീദായി മരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയില്ലയോ? നിങ്ങൾ എത്ര പ്രാവശ്യമാണ് റസൂലുള്ള സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്? എന്തൊരു വലിയ ഭാഗ്യവാനാണ് താങ്കളെന്ന് മദ്ഹ് പറഞ്ഞുകൊണ്ട് ഒരാൾ സംസാരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ അരികിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ കുത്തുകിട്ടി വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പാതി തുറന്ന കണ്ണുകൊണ്ട് തുറന്നു നോക്കിയപ്പോ കണ്ടതെന്താണ്? ആ സഹോദരന്റെ വസ്ത്രമത നെരിയാണിയുടെ താഴെയാണ്. ഓ പ്രിയപ്പെട്ട മുജാഹിദുകളെ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് നിങ്ങളുടെ നെഞ്ചകത്ത് ഇനിയും കയറുന്നില്ല എങ്കിൽ ഏത് ചരിത്രം കേട്ടാലാണ് നമ്മുടെ മനസ്സ് മാറുക? ഇതിനേക്കാൾ ഹേട്ടായ ചരിത്രം ഈ വിഷയത്തിൽ ഇനി ചരിത്രത്തിൽ വേറെയുണ്ടോ? എന്താ പറയുന്നത്? ഉമർ അയാളെ വിളിക്കുകയാണ്, മോനെ, നിന്റെ കാലിന്റെ അടിയിൽ, നിന്റെ കാലിന്റെ നെരിയാണിയുടെ താഴെയാണല്ലടാ നിന്റെ വസ്ത്രം. ഒരുപക്ഷെ നിന്റെ നാട്ടുകാർ നിന്നെ നോക്കിയിട്ട് എന്താണിടോ നിന്റെ വസ്ത്രത്തിന്റെ കോലം, കുറ്റിപ്പേണ്ടിട്ട് നടക്കുകയാണോ? അനിയന്റെ പേരും ജ്യേഷ്ഠന്റെ കുപ്പായോ ഇട്ട് നടക്കുകയാണോ? നമ്മുടെ നാട്ടിലുള്ള ചില ജമാഅത്തെ ഇസ്ലാമിക്കാര് പറയുന്നത് പോലെ പരിഹാസങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ അതൊക്കെ അൽഹംദുലില്ലാഹ് പരലോകത്തേക്കുള്ള നമ്മൾക്കുള്ള മുതൽക്കൂട്ടാണ്. ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. സഹോദരിമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ശരീരത്തോട് നിന്യോനതകൾ പ്രകടമാകുന്ന രൂപത്തിലുള്ള മോളെ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കേണ്ട. അബായ പർദ്ദ തന്നെ മോഡലായ കാലഘട്ടമാണ്. അത് തന്നെ ശരീരത്തിന് ആകർഷണീയമായ രൂപത്തിൽ മാറിയ കാലഘട്ടമാണ്. ചുറ്റിക്കെട്ടിയ വസ്ത്രം ഇസ്ലാമികമല്ല. നീ നിന്റെ തലയുടെ ചുറ്റും ആ വസ്ത്രം വരിഞ്ഞു കെട്ടുമ്പോ നിന്റെ തലയുടെ ഷെയ്പ്പാണ് അവർ പ്രകടമാകുന്നത്. നീ കുത്തുന്ന ഓരോ സേഫ്റ്റി പിന്നും നിന്റെ ശരീരത്തിന്റെ പ്രകടനം, നിന്റെ തലയുടെ ആകൃതി പ്രകടമാക്കുകയാണ്. അതുകൊണ്ട് ചുറ്റിക്കെട്ടൽ ഇസ്ലാമികമല്ല സഹോദരി. ഇതെന്റെ വാക്കല്ല, ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാരുടെ വാക്കാണ്. എനിക്ക് എന്റേതായി ഒന്നും പറയാനില്ല, പറയാൻ ആഗ്രഹവുമില്ല, അതിൽ കാര്യവുമില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്തെല്ലാം ശ്രദ്ധിക്കാനുണ്ട് നമുക്ക്. ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചുറ്റിക്കെട്ടുന്നത്? ചില ആളുകൾ പറയാറുണ്ട്, സലഫിയും അഫ്തയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വയസ്സ് തോന്നിക്കില്ലേ? ആര് പറഞ്ഞു നിന്നോട് വയസ്സ് തോന്നിക്കുന്നു എന്ന്? ഇനി വയസ്സ് തോന്നിച്ചു തന്നെ വെക്കുക. എന്താ നഷ്ടം? സ്വർഗമല്ലേ നിനക്ക് നഷ്ടമാകുന്നത്? ഖുർആൻ പറഞ്ഞതെന്താ? നിന്റെ മുഖമക്കന. വിശ്വാസിനികളായ പെണ്ണുങ്ങളെ, വിശ്വാസിനികളായ സ്ത്രീകളെ, നിങ്ങളുടെ മുഖമക്കനുകൾ നിങ്ങളുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടുക. അത് ശരീരം മറയുന്ന രൂപത്തിലാവുക, അത് തന്നെ ലൂസുള്ളതാവുക. ഒരു അന്യപുരുഷന് നിന്റെ ശരീരത്തെ കാണുന്ന രൂപത്തില്, നിമ്നോന്നതകൾ ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന രൂപത്തില്, പ്രകടമാകുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നൊരവസ്ഥയുണ്ടാകണ്ട. അതേ ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, തൽക്ഷണം ഞെട്ടേണ്ടതാ. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് എന്നൊക്കെയുള്ള തഴവിയുടെ വരികൾ വായിക്കുമ്പോ, ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ, ശരീരം ഇഴുകിച്ചേരുമ്പോ, ആ മുഖമിൽ ആദ്യമായി 2 ഗുഹകൾ പ്രത്യക്ഷപ്പെടുമ്പോ, ആ ശരീരം മണ്ണിലുള്ളതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ആർക്ക് വേണ്ടി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന പെൺകുട്ടികളുണ്ട്. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഈ കാസർഗോഡ് ജില്ലയിൽ അത് വല്ലാതെ പ്രകടമാകുന്ന നാടാണ്. ഞാനിതാ നിങ്ങളോട് നസീഹത്തുള്ളത് കൊണ്ട് പറയുകയാണ്, ഇസ്ലാം അങ്ങേയറ്റം വിരോധിക്കപ്പെട്ട സാധനമാണത്. എന്തിനാണ് മോളെ നീ നിന്റെ ചുണ്ടിലത് പുരട്ടിയത്? എന്തിനാണ് മോളെ നീ അത് പണം കൊടുത്തു വാങ്ങിയത്? നിന്റെ ചുണ്ട് 4 ആള് ശ്രദ്ധിക്കാനല്ല എന്ന് പറഞ്ഞാൽ, അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാവ് കൊണ്ട് പറയാൻ കഴിഞ്ഞേക്കാം.
നിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളതെങ്ങനെ പറയുമോ? എന്റെ ചുണ്ട് നാലാള് കണ്ട് അതിലൊരു ആകർഷണീയത ഉണ്ടാകാനല്ലാതെ എന്തിനാണ് മോളെ നീ ചുണ്ടിൽ ചായം പൂശുന്നത്? ഹബീബായ പ്രവാചകന്റെ വചനത്തിലില്ലയോ, ചുണ്ടിൽ ചായം പൂശുന്ന പെണ്ണിനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, പ്രവാചകൻ ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഈമാനുണ്ടോ? അത് ഇന്ന് നീ നിർത്തിക്കൊള്ളുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാവിനെ സൂക്ഷിക്കുക. സഹോദരങ്ങളെ, നാവിനെ സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് കൊത്തിവലിക്കുന്നവരാകണ്ട. എത്രയെത്ര ആളുകളാണ് കുറ്റം പറഞ്ഞ് ജീവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നീ നിസ്കരിച്ച തഹജ്ജുദ്, നീ നിസ്കരിച്ച നമസ്കാരങ്ങൾ, നീ ചെയ്ത നന്മയുടെ പ്രവർത്തനങ്ങൾ, ആരെക്കുറിച്ചാണോ നീ കുറ്റം പറഞ്ഞ് അവരുടെ ലിസ്റ്റിലേക്ക് പോകുന്നല്ലേ? നിന്റെ നന്മകൾ കഴിഞ്ഞാൽ അവരുടെ തിന്മകൾ നിന്റെ അക്കൗണ്ടിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? എല്ലാം ശ്രദ്ധിച്ചോ. അതുപോലെ തന്നെ ഇതാ എന്റെ കയ്യിൽ കാണുന്ന ഈ മൊബൈൽ ഫോൺ, ഈ രൂപത്തിലുള്ളതും ഇതിന്റെ അപ്പുറത്ത് വിലയുള്ളതുമൊക്കെ നമ്മുടെ കൈകളിൽ ഉണ്ടല്ലോ. കഥ കടഞ്ഞാൽ, കർട്ടനുകൾ താണുകഴിഞ്ഞാൽ ഓൺലൈനുകളിൽ കാത്തിരിക്കുന്ന തന്റെ കാമുകന് വേണ്ടി, തന്നെ പ്രേമിക്കുന്ന ചെക്കന് വേണ്ടി, താൻ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി, അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അടിവരയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്യുന്നത് വ്യഭിചാരമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ആണും പെണ്ണും ഒറ്റക്കാകുന്നത് മൂന്നാമത് പിശാചിന് വരാനിടയാകാൻ അത് സാഹചര്യം ഒരുക്കി വ്യഭിചാരത്തിന്റെ വലിയ തലങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന കേസാണത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എത്ര വലിയ ഗൗരവമാണ്. അതുകൊണ്ട് ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാവുക എന്നാ ഞാൻ പറഞ്ഞത്. കുടുംബകങ്ങളിൽ വിള്ളലുകൾ വന്നവരുണ്ട്. അമ്മായിയോട് തെറ്റി നിൽക്കുന്നവർ, പിതാക്കളോട് മാതാക്കളോട് പിണങ്ങി നിൽക്കുന്നവർ, ഭർത്താവിനോട് അകാരണമായി പിണങ്ങി നിൽക്കുന്ന ഭാര്യമാർ, ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന ഭാര്യമാർ തിരിച്ചും അങ്ങനെ തന്നെ. മക്കളോട് തെറ്റി നിൽക്കുന്ന രക്ഷിതാക്കൾ, രക്ഷിതാക്കളോട് തെറ്റി നിൽക്കുന്ന മക്കൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഏതൊരാളോടും നിനക്ക് പിണങ്ങി നിൽക്കാൻ സമയം 3 ദിവസമാണ്. അതിലധികം നീ ഏതൊരു വിശ്വാസിയോടും പിണങ്ങി നിന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? നീ അവനെ വാളെടുത്ത് കൊന്നതിന് തുല്യമാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ എത്ര വലിയ ഗൗരവാലിച്ചു. പട്ടപത്തിരി പോലെ നിസ്കാരത്താഴുണ്ട്, 5 നേരം പള്ളിയിൽ പോകും, തഹജ്ജുദ് വരെ നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇതാ ഈ കൂട്ടത്തില് ആരെങ്കിലും കുടുംബബന്ധം മുറിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഇതാ വിചാരിച്ചവരുടെ സദസ്സെന്ന് പോണെന്നാ പറഞ്ഞത്. വയലോടിയില് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ വിശ്വാസികളോടും പറയാണ്, അത്തരത്തിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ച, ബന്ധങ്ങളെ വിച്ഛേദിച്ച ആളുകളുണ്ട് എങ്കിൽ ഇന്നത്തോടെ തിരുത്തുക. ഒരു വാട്സപ്പ് മെസ്സേജ് മതിയാവും. ബ്ലോക്ക് ലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാലേ പിണങ്ങിയ കുറേ ആൾക്കാരുടെ നമ്പർ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അൺബ്ലോക്ക് ആക്കുക. ഇന്ന് ഒരുപാട് സൗകര്യങ്ങളായി ഒരു കോള് മതിയാകും. വാഹനമെടുത്തുള്ള വിശാല ഹൃദയത്തിൻ്റെ ചെന്നുള്ള സന്ദർശനങ്ങളാകാം. സഹോദരങ്ങളെ, നമ്മൾക്ക് ആ സ്വർഗം തിരിച്ചു കിട്ടുന്നത്. റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഒരു സഹാബി പോയി, പെർമിഷൻ ചോദിച്ചിട്ടാണ് പോയത്. നബി ഞാൻ ഇപ്പോൾ വരാം. തിരിച്ചു വന്നത് തൻ്റെ അമ്മായിയോട് ഞാൻ തെറ്റി നിൽക്കുകയായിരുന്നു നബിയെ, ഞാനിരിക്കുന്ന സദസ്സിൽ റഹ്മത്തിൻ്റെ മലക്ക് വരില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവമല്ലേ? അതുകൊണ്ട് ഞാൻ തിരുത്തിയതാണ് നബിയെ. എന്തുകൊണ്ടാണ് ഈ ഒരു ചിന്തയും സ്വാധീനവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാത്തത്? ഇപ്പോഴും വാശിയും പരിവട്ടവുമായി കിടയുന്ന തറവാടുകൾ, കുടുംബങ്ങൾ മാരണം പ്രിയപ്പെട്ടവർ. നാളെ സിറാത്ത് പാലത്തിന്റെ മുന്നിൽ ഇടത്തും വലത്തും ഓരോ ആളുകൾ വന്നു നിൽക്കുന്ന സ്വർഗത്തിലേക്കുള്ളതൊക്കെ ഓക്കെയാണ്. പക്ഷെ ആ ഇടത്തും വലത്തും വന്നു നിൽക്കുന്ന 2 ആളുകൾ പറയും അത്രേ, അല്ലാഹുവേ ഇവർക്ക് സ്വർഗം കൊടുക്കരുത്. ആരാണ് 2 ആളുകൾ? ഒന്ന് അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്നാണ്. രണ്ടാമത് പറഞ്ഞത് ബന്ധങ്ങളാണ്. അല്ലാഹുവേ ബന്ധങ്ങളിൽ ഇവൻ ക്ലിയർ അല്ല. അല്ലാഹു പറയും, ഇത് രണ്ടും ഓക്കെ അല്ലെങ്കിൽ നിനക്ക് നരകത്തിലേക്ക് യാത്ര പോകാം എന്ന് അല്ലാഹു പറയുമെന്നാണ്. അതുകൊണ്ട് നമുക്ക് തിരുത്താൻ പറ്റണം. മുജാഹിദുകളെ, നമ്മളുള്ള വീഴ്ചകൾ എന്തൊക്കെയാണോ മാറ്റാൻ പറ്റണം. സുന്നത്തുകളോട് നമുക്ക് സ്നേഹമുള്ളവരാകണം. 5 നേരം പള്ളിയിലെത്തുന്നവരാകണം പുരുഷന്മാരായ ആളുകൾ. സഹോദരിമാരെ, നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ അടുത്ത പരിസരത്ത് പള്ളികളുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരൊക്കെ പള്ളിയിൽ പോയിരുന്നു. 5 നേരം ഇരുട്ടുകളിൽ വരെ, ഇശാഇനും സുബഹിക്കും വരെ അവർ പള്ളിയിൽ പോയിരുന്നു. ഇരുട്ടുകളിൽ അവരെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ പൂർണ്ണമായ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ അവർ പള്ളിയിൽ പോയി വന്നിരുന്നു എന്നാണ്. സഹോദരിമാരെ, നിങ്ങൾക്കും വേണമെങ്കിൽ പോയി വരാം, പുണ്യങ്ങളേറെയാണ്. വെള്ളിയാഴ്ച ഈ വയലോടി പള്ളിയിലെ ഈ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ജുമാക്ക് വരാനുള്ള സൗകര്യമുണ്ട്. എത്രയോ ആളുകളുടെ വിയർപ്പിൻ്റെ ഫലമാണ് ഈ പള്ളി, അല്ലേ? പള്ളിയുടെ ഭംഗിയോ അഭംഗിയോ അല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾക്ക് നല്ലൊരു ഖതീബുണ്ട്, മലയാളത്തിൽ ഖുതുബയുണ്ട്. അൽഹംദുലില്ലാഹ്, എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മുടെ നാടുകളിലുള്ളത്. ഈ വയലോടി പള്ളിയുടെ പരിസരത്ത് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തകരായി നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങിയപ്പോൾ ഈ പള്ളിയിൽ ഞങ്ങളൊരു സിറ്റിംഗ് നടത്തിയിരുന്നു, ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. ആ മീറ്റിങ്ങിൽ തീരുമാനമായൊരു കാര്യമാണ്, ഇവിടെ ഇത്ര നല്ലൊരു പള്ളി ഉണ്ടായിട്ട് 5 നേരത്തെ നിസ്കാരവും വെള്ളിയാഴ്ചത്തെ ഖുതുബയും കഴിഞ്ഞ് പോവുക എന്നല്ലാതെ ഇവിടെ ഒന്നും നടക്കണില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ ഒരു ഖുർആൻ ക്ലാസ് ആലോചിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെയുള്ള പ്രിയങ്കരായ പ്രവർത്തകർ അത് ഏറ്റെടുക്കുകയും ഖുർആൻ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച മഗ്‌രിബിക്ക് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. വരുന്ന ഞായറാഴ്ച മഗ്‌രിബിന് തുടങ്ങാൻ പോവുകയാണ്. ഈ പരിസരത്തുള്ള എല്ലാ ആളുകൾക്കും ഈ പള്ളിയിലേക്ക് എത്തിച്ചേരാം എന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുക. സഹോദരിമാരെ, നിങ്ങൾ ഏതാനും കിലോമീറ്ററുകൾ പരിസരത്താണോ അള്ളാഹുവിൻ്റെ കലാം പഠിക്കാൻ വേണ്ടി നിങ്ങളെ സദസ്സിലേക്ക് കടന്നു വരണമെന്ന് ഉണർത്തുകയാണ്. അപ്പോൾ ആ ഞായറാഴ്ചയുടെ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണം. അതോടൊപ്പം തന്നെ 3-3.5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തൃക്കരിപ്പൂർ സെന്റർ എന്ന് പറയുന്ന ഒരു സെന്ററിന്റെ ഹൃദയഭാഗത്ത് എത്രയോ ആളുകളുടെ വിയർപ്പിന്റെ ഫലമാണത്, അല്ലേ? പക്ഷേ അതിലും കാര്യമാത്ര പ്രസക്തമായ ദഅവത്തുകളോ സംരംഭങ്ങളോ നടക്കുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു മദ്രസ നടക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, അത് നിലനിർത്തട്ടെ. ഖുർആൻ ക്ലാസ്സോടെ നടന്നു വരുന്നുണ്ട്, അത് നിലനിൽക്കണം. എല്ലാ ചൊവ്വാഴ്ചകളിലും മഗ്‌രിബ് നമസ്കാരാനന്തരം സൂറത്തു ത്വാഹ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരിമാരെ, ഈ പരിസരത്തുള്ള നിങ്ങൾക്ക് കൂടിയുള്ളൊരു ക്ലാസ്സാണിത്. സഹോദരിമാർ 2 പേരല്ലാതെ ചില സമയത്ത് 3 പേരൊക്കെ അവിടെ കാണാറുണ്ട്. അതിലധികം ആളുകൾ അവിടെ വരാറില്ല. അതുകൊണ്ട് നമ്മളോട് ഓരോരുത്തരോടും നാളെ റബ്ബ് ചോദിക്കും, ഈ ഒരു അവസരം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്ന്. ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, എൻ്റെ നാട്ടിലാണ്. നേരത്തെ നജ്മി ഉസ്താദ് പറഞ്ഞോ ഇല്ല എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞതായി ഞാൻ ഓർക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറയിൽ സ്കൂള് വിട്ട് മടങ്ങി വരുന്ന 4 കുട്ടികളുടെ ശരീരത്തിലൂടെ ലോറി മറിഞ്ഞ് അവരുടെ മരണവാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. +1-നും +2-നും പഠിക്കുന്ന, ജീവിച്ചു കൊതിതീരാത്ത ആ കുട്ടികൾ അള്ളാഹുവിലേക്ക് യാത്ര പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ ഒരുപക്ഷെ എന്നും യാത്ര പോകുന്ന സ്ഥലങ്ങളായിരിക്കാം, എന്നും കിടന്നുറങ്ങുന്ന ബെഡ്റൂം ആയിരിക്കാം, എന്നും പോകുന്ന ടോയ്ലറ്റ് ആയിരിക്കാം, എന്നും കയറുന്ന വണ്ടിയായിരിക്കാം. പക്ഷേ ആ സ്ഥലങ്ങളിലും ആ ഇടങ്ങളിലുമെല്ലാം ഒരിക്കൽ നമ്മളെ കാത്ത് ആ മരണം ഇൻഷാ അല്ലാഹ് കടന്നു വരുമെന്നുള്ളത് ഒരു മഹായാഥാർത്ഥ്യമാണ്. ഏത് സമയത്ത് റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാലും പ്രിയപ്പെട്ടവരെ, ഒരു സ്വർഗാവകാശിയായി തിരിച്ചു പോകാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ എന്ത് വേണം? ജീവിതം അതിനനുസരിച്ചുള്ള ധന്യമായി മുന്നോട്ട് പോവുക എന്ന് ആത്മാർത്ഥമായി ഉണർത്തി എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എല്ലാ സ്ഥലത്തും നടക്കട്ടെ. ഇത് നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ്, ഇവിടെ ഇന്ന് പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇവിടുത്തെ പ്രവർത്തകർ പറഞ്ഞത്, ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതുകൂടി കഴിച്ചുകൊണ്ടാണ്, നമസ്കാരം കഴിഞ്ഞ് അതുകൂടി കഴിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. ശാരീരികമായി നല്ല ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭത്തെ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ വൈതരണികളിൽ അറിഞ്ഞുമറിയാതെയും വന്നുപോയ ധാരാളം പാപക്കറകളുണ്ട്, ധാരാളം തെറ്റുകുറ്റങ്ങളുണ്ട്. നോട്ടത്തിലൂടെ വന്നിട്ടുണ്ട്, കേൾവിയിലൂടെ വന്നിട്ടുണ്ട്, ഇടപാടുകളിലൂടെ, അതുപോലെ തന്നെ സ്വകാര്യതകളിലൂടെ, അതുപോലെ തന്നെ പല അവസരങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. അള്ളാഹു നമുക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മളിൽ രോഗികളുണ്ട്, അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികളായ ആളുകളുണ്ട്, വിശ്വാസിനികളുണ്ട്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കൊല്ലം ജില്ലയിലുള്ള, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലുള്ള, അതുപോലെ തന്നെ കൊടക് ജില്ലയിലുള്ള 2-3 സഹോദരങ്ങൾ, എനിക്ക് ഏറ്റവും അറിയപ്പെട്ട വേണ്ടപ്പെട്ട 2-3 സുഹൃത്തുക്കൾ എന്നെ വിളിച്ചുകൊണ്ട് സാമ്പത്തികമായി ഏറെ പ്രതിസന്ധിയിലകപ്പെട്ട് ഒരു ബിസിനസ് തുടങ്ങി പൊട്ടി കോടികൾ കടത്തിൽപ്പെട്ട് 6 കോടിയൊക്കെയാണ് അതിലൊരാൾക്ക് കടം വന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആ മഹാക്കയത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടക്കണിയിൽ അകപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു പരിഹാരം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ, അവരിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, ദുർമരണങ്ങളിൽ നിന്നും, കീറി മുറിക്കുന്ന വലിയ വലിയ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളിവിടെ സ്വസ്ഥമായി ജീവിക്കുമ്പോഴും, നമ്മളിവിടെ നിർഭയത്തോടു കൂടി ജീവിക്കുമ്പോഴും, സ്വസ്ഥമായി നമ്മുടെ ജോലിക്കും സ്ഥാപനങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കുമൊക്കെ നമ്മൾ പോകുമ്പോഴും, നമ്മുടെ മക്കളൊക്കെ ശാന്തമായി സ്കൂളുകളിലേക്ക് പോകുന്നുണ്ട് എങ്കിലും ലോകത്തിൻ്റെ പല കോണുകളിൽ, മുസ്ലിം രാജ്യങ്ങളിൽപ്പെട്ട പല നാടുകളിലും ഇസ്രായേലർ അധിനിവേശം നടത്തി വലിയ പീഡനങ്ങളാണ് ആ നാട്ടിലെ ആളുകളെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ ഉമ്മത്തിലെ അംഗങ്ങൾക്ക് ശാന്തിയും നിർഭയത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ നാടിനവർക്ക് ഒരു സ്വതന്ത്ര നാടായി അള്ളാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ മേൽ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കൾക്ക് അള്ളാഹു 2 ലോകത്തും ശക്തമായ നിന്ദന നൽകി അള്ളാഹു അവരെ പരീക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഈ മുസ്ലിം സഹോദരങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നാട്ടിലുള്ള രാജ്യസ്നേഹികളായ സഹോദരങ്ങളായ സഹോദരിമാരായ അമുസ്ലിം സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കും ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം അള്ളാഹു ഒരുക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ദഅവ സംരംഭങ്ങൾ അതിശക്തമായിക്കൊണ്ട് നമ്മുടെ ഈ മണ്ഡലത്തിലും നമ്മുടെ ജില്ലയിലും നമ്മുടെ കേരളത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ധാരാളം നിസ്വാർത്ഥരായ പ്രവർത്തകരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ഈ ഹക്കിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ചുറ്റും പല ആളുകളും ധർമ്മിഷ്ഠകൾ നീട്ടി, നഖങ്ങൾ നീട്ടി പല രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്നും നമ്മുടെ ഈ ആദർശ കൂട്ടായ്മയെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഈ ഹക്കിനെ അതിജയിപ്പിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇൻഷാ അള്ളാഹ് ഈ വരുന്ന 23-ാം തീയതി നമ്മുടെ പടന്നയിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ അറിയപ്പെട്ട കൗൺസിലറും ഡോക്ടർ കൂടിയായ ഫറൂഖ് കോളേജിലെ അസിസ്റ്റന്റ് അധ്യാപകൻ പ്രൊഫസർ കൂടിയായ പ്രിയപ്പെട്ട ജൗഹർ മുനവർ സാർ ഇൻഷാ അള്ളാഹ് 23-ാം തീയതി പടന്നയിൽ വെച്ച് മഅരിബ് നമസ്കാരാനന്തരം തിങ്കളാഴ്ച കുടുംബ സദസ്സിനോട് സംസാരിക്കുന്നുണ്ട്. ആധുനിക കുടുംബങ്ങൾ, പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നുള്ള വിഷയത്തെ അധികരിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ഓരോ ആളുകളും ഇൻഷാ അള്ളാഹ് 23-ാം തീയതി അന്ന് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അവിടെ എത്തിച്ചേരണം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള പ്രഭാഷകരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഒരുപാട് കൂടെ നടന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ അവസരം ഇൻഷാ അള്ളാഹ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും പ്രോഗ്രാമുകൾ ഇൻഷാ അള്ളാഹ് നമ്മൾ ചാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ വയലോടിയിലുള്ള, തൃക്കരിപ്പൂരുള്ള, പടന്നയിലുള്ള, ഓരിമുക്കിലുള്ള തൗഹീദിൻ്റെ മനസ്സുള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തൗഹീദുള്ളവരുടെ മനസ്സിനെ അള്ളാഹു ഒന്നിപ്പിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി സംഭാവന നൽകിയ സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് നന്ദി പ്രകടനമാണ്. ഫാറൂഖിനെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ഇവിടെ തസ്ബീഹ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിച്ചു. അള്ളാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാട്ടെ. അതേപോലെ നമ്മുടെ ഈ മുഖ്യ പ്രഭാഷണം നടത്തിയ സറഫി ഉസ്താദിനും നമ്മുടെ നജ്മി ഉസ്താദും അധ്യക്ഷത വഹിച്ച അഹമ്മദ് ചാക്കും, സ്വാഗതം പറഞ്ഞ ഷമീർ മൗലവി,
ഈ പരിപാടി കേൾക്കാൻ വന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.